എല്ലാവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജന റജി AR. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കുറച്ചധികം ക്വസ്റ്റ്യൻസിലേക്കാണ്. പഠിക്കുക എന്നല്ല, നമ്മൾ കുറച്ചധികം റിവിഷൻ ചെയ്യാൻ പോവാണ്, കുറച്ചധികം ചോദ്യങ്ങൾ റിവിഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ 10th ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം പോസ് ചെയ്ത് വെച്ചിട്ട് അതിന് ആൻസർ കണ്ടെത്തിയ ശേഷം മാത്രം എക്സ്പ്ലനേഷൻ സെഷനിലേക്ക് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പോൾ 10th ലെവലിനാണ്, 10th ലെവൽ എക്സാമുകൾക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ചോദ്യം ഞാൻ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം നിങ്ങൾ ശരിയായ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. പോസ് ചെയ്ത് വെച്ച് ശരിയായ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ജോൺ ഡാൾട്ടന്റെ അറ്റോമിയ സിദ്ധാന്തത്തിലെ ചില ആശയങ്ങൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ജോൺ ഡാൾട്ടന്റെ അറ്റോമിയ സിദ്ധാന്തത്തിലെ കുറച്ചധികം ആശയങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വായിച്ചു നോക്കാം. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ഓപ്ഷൻസ്: ഒരു മൂലകത്തിലെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും വ്യത്യസ്തമാണ്. അടുത്തത്: എല്ലാ പദാർത്ഥങ്ങളിലും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണത്താൽ നിർമ്മിതമാണ്. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ഒരു നിശ്ചിത അനുപാതത്തിൽ കൂടിച്ചേർന്നാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. 4 ഓപ്ഷൻസും നല്ല പരിചിതമായ ഓപ്ഷൻസ് ആണ് അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ അറ്റോമിയ സിദ്ധാന്തത്തിലെ 6 ആശയങ്ങളും വിശദമായി പഠിച്ചവരാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ശരിയായ ഉത്തരവും തെറ്റായ ഉത്തരവും കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പോസ് ചെയ്ത് വെച്ചിട്ട് ഇവയിൽ നിന്നും ശരി ഏതൊക്കെയാണ് തെറ്റ് ഏതൊക്കെയാണെന്ന് മനസ്സിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഓപ്ഷനിലേക്ക് വരാം. ഓപ്ഷനിൽ എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കാം. ഓപ്ഷനിൽ ഏതൊക്കെയാണ് തെറ്റെന്നും ഏതൊക്കെയാണ് ശരിയെന്നും കണ്ടുപിടിക്കാനുള്ളത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അത് ഏതൊക്കെയാണ് തെറ്റ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയെന്ന് കണ്ടുപിടിച്ചോളൂ, പെട്ടെന്നാവട്ടെ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് കാണുമെന്ന് കരുതുകയാണ് ഞാൻ. എക്സ്പ്ലനേഷൻ, അത് ശരിയായ ഉത്തരം ഏതാണെന്ന് കണ്ടുപിടിക്കാം നമുക്ക്. അപ്പോൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ശരിയാണോ? തീർച്ചയായും തെറ്റാണ്. കാരണം എന്താണ് അതിലെ തെറ്റെന്ന് വെച്ചാൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക ഏതാ? ആറ്റമാണ്. തീർച്ചയായിട്ടും അറ്റോമിയ സിദ്ധാന്തത്തിൽ ജോൺ ഡാൾട്ടൺ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക ഏതാണ്? തീർച്ചയായിട്ടും അത് ആറ്റം എന്നാണ് പറഞ്ഞത്. തന്മാത്ര എന്നാണോ പറഞ്ഞത്? അല്ല, ആറ്റം എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും തന്മാത്ര എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒരു മൂലകത്തിലെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും വ്യത്യസ്തമാണ്. ഒരു മൂലകത്തിലുള്ള ആറ്റങ്ങൾക്കെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും എല്ലാം ഒക്കെ സെയിം ആയിരിക്കത്തില്ലേ? ആയിരിക്കും. പക്ഷെ ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? വ്യത്യസ്തം എന്നാ കൊടുത്തേക്കുന്നത്. അപ്പൊ അതും തെറ്റല്ലേ? ആണ്. അപ്പോൾ ഒരു മൂലകത്തിലെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും വ്യത്യസ്തമാണ് എന്ന് കൊടുത്തേക്കുന്നത് എന്താണ്? തെറ്റാണ്. അവയെല്ലാം എന്തായിരിക്കും? സമാനമായിരിക്കും. അപ്പൊ ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റുകൾ തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 1ഉം 2ഉം തെറ്റാണ്. ഓക്കെ, 2 എണ്ണം വീതമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ 1ഉം 2ഉം തെറ്റാണെന്നാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അതായത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണത്താൽ നിർമ്മിതമാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റം എന്ന് പറയുന്ന ഏറ്റവും ചെറിയ കണികകൾ കൊണ്ടാണ്. അപ്പൊ തീർച്ചയായും മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ശരിയാണ്. 4ാമത്തെ ഓപ്ഷനിലേക്ക് വരാം. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ഒരു നിശ്ചിത അനുപാതത്തിൽ കൂടിച്ചേർന്നാൽ അവയെ സംയുക്തങ്ങൾ എന്ന് വിളിക്കാം. പഠിച്ചാണ്. സംയുക്തത്തിന് ഡെഫിനിഷൻ നൽകിയ ആരാണ്? നമ്മുടെ ജോൺ ഡാൾട്ടൺ അറ്റോമിയ സിദ്ധാന്തത്തിലാണ്. എന്താണ് പറഞ്ഞത്? രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ഒരു നിശ്ചിത അനുപാതത്തിൽ കൂടിച്ചേർന്നാൽ അവയെ എന്ത് വിളിക്കണം? സംയുക്തങ്ങൾ എന്ന് വിളിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യം, ഇവിടെ 2 കാര്യങ്ങളാണ്. അതായത് 1ഉം 2ഉം തെറ്റാണ്, 3ഉം 4ഉം എന്താണ്? ശരിയാണ്. നമുക്ക് നോക്കാം 3ഉം 4ഉം ശരിയെന്നോ 1ഉം 2ഉം തെറ്റെന്നോ ഓപ്ഷനിലുണ്ടോ നോക്കാം. ഓക്കെ, ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 3ഉം 4ഉം തെറ്റ് എന്നും പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ? 3ഉം 4ഉം ശരി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ? 3ഉം 4ഉം ശരി എന്നല്ലേ പറഞ്ഞേ? 1ഉം 2ഉം എന്താണ്? തെറ്റാണ്. 3ഉം 4ഉം എന്താണ്? ശരിയാണ്. 3ഉം 4ഉം ശരി എന്നല്ല അവിടെ കൊടുത്തേക്കുന്നത്, തെറ്റെന്നാണ് കൊടുത്തേക്കുന്നത്. പിന്നെ 1ഉം 2ഉം തെറ്റ് നമുക്കറിയാം. 3ഉം 4ഉം ശരി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. അപ്പോ ഇവിടെ നിന്ന് മനസ്സിലാക്കുക, 1ഉം 2ഉം തെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. 3ഉം 4ഉം ശരി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്തില്ല. അതുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്ത് കൊടുക്കാം. ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 2ഉം എന്താണ്? തെറ്റാണ്. എത്ര പെട്ടെന്ന് നമ്മൾ ആൻസറിലേക്ക് എത്തിയല്ലേ? അത് എന്തുകൊണ്ടാണ് എത്തിയത്? അറ്റോമിക സിദ്ധാന്തം നമുക്ക് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് അല്ലേ? യെസ്. അപ്പം നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ A ആണ്. നോക്കിയേ, ഉത്തരം
എ ആണ് കേട്ടോ. എ ഓപ്ഷൻ ആണ് എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അറ്റോമിയ സിദ്ധാന്തത്തെക്കുറിച്ച് ഒന്ന് നോക്കണ്ടായോ? നോക്കാം. അറ്റോമിയ സിദ്ധാന്തത്തിൽ ജോൺ ഡാൾട്ടൺ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പഠിച്ചാലോ, ഒന്ന് ഓർത്തെടുത്താലോ? യെസ്, നമ്മൾ ഓൾറെഡി പഠിച്ചാണ്, ഓർത്തെടുക്കുക. പുതിയ പുസ്തകമാണ് നിങ്ങൾ കാണുന്നത്. പുതിയ പുസ്തകത്തിൽ ജോൺ ഡാൾട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജോൺ ഡാൾട്ടൺ. യെസ്, അപ്പോൾ ജോൺ ഡാൾട്ടനായിട്ട് ഇവിടെ നിൽക്കുകയാണ് ഞാൻ. ജോൺ ഡാൾട്ടൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. യെസ്, അപ്പോൾ തീർച്ചയായും നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് വിശദീകരിക്കാം. ആറ്റത്തിന്റെ സ്വഭാവത്തെ വിശദീകരിക്കുന്നതിനായിട്ട് എന്ന അറ്റോമിയ സിദ്ധാന്തം വന്നേ 1807 നോക്കിയേ. ആറ്റത്തിന്റെ സ്വഭാവത്തെ വിശദീകരിക്കാൻ 1807 ജോൺ ഡാൾട്ടൺ അറ്റോമിയ സിദ്ധാന്തം ആവിഷ്കരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും വർഷമൊക്കെ പുതിയ പുസ്തകത്തിനകത്ത് പക്ക കൊടുത്തിട്ടുണ്ട്. നോക്കുക, നിങ്ങൾ സൂം ചെയ്ത് നോക്കിയോ. 1807 എന്നാണ്. 1807 ജോൺ ഡാൾട്ടൺ അറ്റോമിയ സിദ്ധാന്തം അവതരിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡാൾട്ടന്റെ അറ്റോമിയ സിദ്ധാന്തം ആധുനിക രസതന്ത്രത്തിലെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളിലൊന്നാണ്. ആധുനിക രസതന്ത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് ഇത്, നമ്മുടെ അറ്റോമിയ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ ഡാൾട്ടൺ അറ്റോമിയ സിദ്ധാന്തത്തിൽ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആശയങ്ങൾ 6 എണ്ണമാണ്. ആ ആശയങ്ങൾ 6ഉം നമുക്കൊന്ന് ഓർത്തെടുത്താലോ? യെസ്, ഓർത്തെടുക്കാം. എല്ലാ ആശയങ്ങളും നിങ്ങൾക്ക് ബൈഹാർട്ടാണെന്ന് എനിക്കറിയാം. എങ്കിലും ഒരു തവണ കൂടി ഞാൻ പറയാൻ പോവാണ്, ശ്രദ്ധിച്ചോളുക. പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം അങ്ങ് പഠിച്ചു വെക്കണേ. യെസ്, എന്നോടൊപ്പം അങ്ങ് പഠിച്ചു വെക്കോളാം. ഓക്കെ, തുടങ്ങാം. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന സൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. നമ്മുടെ ചുറ്റുപാട് നിങ്ങൾ കാണുന്ന എല്ലാ സബ്സ്റ്റൻസുകളും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റം കൊണ്ടാണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണത്താൽ നിർമ്മിതമാണ്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചല്ലോ, ഒന്നുമില്ല, ഈസി അല്ലേ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം നല്ലയുടെ എഴുതിയേക്കുന്നത്. യെസ്, കണ്ടോ, ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റിച്ചു തന്നെ അല്ലേ? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏത് രാസപ്രവർത്തനം ആയിക്കോട്ടെ, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക എപ്പോഴും ആരായിരിക്കും? ഇവിടെ ആറ്റമായിരിക്കും. അവിടെ തന്മാത്ര വന്ന് കിടക്കാം, സംയുക്തം വന്ന് കിടക്കാം, മിശ്രിതം വന്ന് കിടക്കാം, കോമ്പൗണ്ട് വന്ന് കിടക്കാം. ആര് വന്ന് കിടന്നാലും ആൻസർ എന്ത് തന്നെയായിരിക്കും? യെസ്, തീർച്ചയായിട്ടും അത് ആറ്റം തന്നെയാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക ആരാണ്? ആറ്റമാണ്. ഇനി അടുത്ത പോയിന്റ്, രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല. ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുകയാണെന്ന് വിചാരിക്കുക. ആ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുന്ന വേളയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല. ഓക്കെ, രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല എന്നാരാ പഠിപ്പിച്ചേ? ജോൺ ഡാൾട്ടൺ. എവിടെ? അറ്റോമിയ സിദ്ധാന്തത്തിൽ. ഏത് വർഷം? 1807. ക്ലിയർ ആണല്ലോ? അടുത്ത പോയിന്റ്, ആറ്റത്തെ നമുക്ക് നിർമ്മിക്കാൻ പറ്റുമോടെ? പറ്റില്ല. നശിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഓർത്ത് വെച്ചേക്കണേ, ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്ന് തന്നെയാണ് ആര് പറഞ്ഞു തന്നത്? നമ്മുടെ ജോൺ ഡാൾട്ടൺ അറ്റോമിയ സിദ്ധാന്തത്തിൽ പറഞ്ഞു തന്നത്. അടുത്ത പോയിന്റ്, നമുക്കറിയാം, ഒരു മൂലകത്തിലുള്ള ആറ്റങ്ങൾക്കെല്ലാം വലിപ്പത്തിലും ഗുണത്തിലും മാസിലും അവരെന്തുപോലെ ആയിരിക്കും? ഒരുപോലെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിലൊരു മൂലകം ഇരിക്കാമെന്ന് കരുതുക. ഇതൊരു മൂലകമാണ്. ഈ മൂലകത്തെ ഞാൻ ഹൈഡ്രജൻ എന്ന് വിളിക്കുകയാണ്. ഈ ഹൈഡ്രജനകത്തുള്ള ഹൈഡ്രജൻ ആറ്റങ്ങൾക്കെല്ലാം ഒരേ മാസാ, ഒരേ വലുപ്പമാണ്, ഹൈഡ്രജൻ്റെ അതേ ഗുണങ്ങൾ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു മൂലകത്തിലുള്ള ആറ്റങ്ങൾക്കെല്ലാം ഒരേ മാസായിരിക്കും, ഒരേ ഗുണമായിരിക്കും, ഒരേ വലുപ്പമായിരിക്കും. അപ്പോൾ വലുപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരു മൂലകത്തിലെ ആറ്റങ്ങളെല്ലാം എന്തായിരിക്കും? സമാനമായിരിക്കും, സെയിം ആയിരിക്കും, ഒരുപോലെ ആയിരിക്കും. ഓക്കെ, ഇനി വ്യത്യസ്ത മൂലകങ്ങളായാലോ? ഇത് ഹൈഡ്രജൻ, ഇനി ഓക്സിജൻ എന്ന് വിളിക്കണേ. ഇത് ഹൈഡ്രജൻ, ഇത് ഓക്സിജനാണ്. ഹൈഡ്രജൻ്റെ അതേ വലുപ്പമായിരിക്കും ഓക്സിജന്? ചാൻസ് ഇല്ല അല്ലേ? ഹൈഡ്രജൻ്റെ അതേ മാസ് ആയിരിക്കും ഓക്സിജന്? ചാൻസ് ഇല്ല. ഹൈഡ്രജൻ്റെ അതേ ഗുണമായിരിക്കും ഓക്സിജന്? ഒരു കാരണവശാലും ആയിരിക്കില്ല. അത് തീർച്ചയായിട്ടും എന്തായിരിക്കും സംഭവിക്കുക? വ്യത്യസ്ത മൂലകങ്ങളാണ് എടുത്തിരിക്കുന്നത്. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വലിപ്പത്തിലും ഗുണത്തിലും മാസിലും വ്യത്യസ്ത സ്വഭാവമുള്ളവയായിരിക്കും. ഓക്കെ, വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് വ്യത്യസ്ത മാസാണ്, വ്യത്യസ്ത വലുപ്പമാണ്, വ്യത്യസ്ത ഗുണമാണ്. ഒരു മൂലകമാണെങ്കിലോ അവയെല്ലാം സെയിമാണ്. വ്യത്യസ്ത മൂലകമാണെങ്കിലോ അവയെല്ലാം വ്യത്യസ്ത. എന്തൊക്കെ? മാസ്, വലിപ്പം, ഗുണം. ഇത്രയാണ് ജോൺ ഡാൾട്ടൺ നമ്മുടെ അറ്റോമിയ സിദ്ധാന്തത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന വേർഡ്സ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും പേരെ ഈ സെന്റൻസുകൾ ഇത്രയും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ സ്റ്റേറ്റ്മെന്റ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലേ? എന്തുകൊണ്ടാണ്? ഇത്രയും പേരെ നമുക്ക് ബൈ ഹാർട്ട് ആയതുകൊണ്ടാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടുന്ന് ഡൗട്ടൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്, പോകാം. അടുത്ത ക്വസ്റ്റ്യൻ,
താഴെ തന്നിരിക്കുന്നവയിൽ ഏകാറ്റോമിക തന്മാത്ര ഏതാണ്? ഏകാറ്റോമിക തന്മാത്ര ഏതാണ്? അപ്പൊ ഇവിടെ തന്നിരിക്കുന്നവയിൽ ഏകാറ്റോമിക തന്മാത്രയെ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും മൂലകം എന്ന ടോപ്പിക്ക് ഡീപ്പായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന, തന്മാത്ര എന്ന ടോപ്പിക്ക് ഡീപ്പായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഏകാറ്റോമിക എന്ന് പറഞ്ഞാൽ മോണോ അറ്റോമിക് മോളിക്യൂൾസ് ആണ്. അപ്പൊ ഏകാറ്റോമിക തന്മാത്രയെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഓപ്ഷൻസ് ഏതൊക്കെയാ? ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഹീലിയം ഉണ്ട്. പോസ് ചെയ്ത് വെച്ച് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിക്കാണുമെന്ന് എനിക്കറിയാം. അപ്പൊ തീർച്ചയായും നിങ്ങളുടെ ഉത്തരം എന്താണെന്ന് പറയട്ടെ. നിങ്ങളുടെ എല്ലാം മനസ്സിൽ വന്ന ഉത്തരം ഇതല്ലേ? ഹീലിയം അല്ലേ? യെസ് ആണ്. തീർച്ചയായിട്ടും ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഉത്തരം എന്താണ്? ഡി ആണ്. അപ്പോൾ ഒന്ന് പറയാം. ഏകാറ്റോമിക തന്മാത്ര എന്ന് വെച്ചാൽ ഒരു മൂലകത്തിന്റെ തന്മാത്രയിൽ ഒരു ആറ്റം മാത്രമുള്ളവയെ വിളിക്കുന്ന പേരാണ് ഏകാറ്റോമിക തന്മാത്ര. ഏകാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം പറയാം. ഏകാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം ആരൊക്കെയുണ്ട്? യെസ്, ഏകാറ്റോമിക തന്മാത്രയാണ് ഏതൊരു ലോഹവും. പീരിയോഡിക് ടേബിളിൽ ഏതൊരു ലോഹങ്ങളെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് എന്ത് പറയാം? ഏകാറ്റോമിക മൂലകങ്ങളാണ്. അതുപോലെ പീരിയോഡിക് ടേബിളിൽ ഉപലോഹങ്ങളെ കണ്ടാൽ ലോഹത്തിന്റെയും അലോഹത്തിന്റെയും സ്വഭാവം കാണിക്കുന്നവരാണ് ആര്? ഉപലോഹങ്ങൾ. ഉപലോഹങ്ങൾ എന്ന് വെച്ചാൽ മെറ്റലോയിഡ്സ്. ഉപലോഹങ്ങളെല്ലാം എന്താണ്? ഏകാറ്റോമികമാണ്. ഉപലോഹങ്ങളെല്ലാം എന്താണ്? ഏകാറ്റോമികമാണ്. അതോടൊപ്പം തന്നെ അലസവാതകങ്ങൾ. ആരാണ്? അലസവാതകങ്ങൾ. ഏതൊരു അലസവാതകത്തെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഏകാറ്റോമികമാണ് എന്ന് പറയാൻ സാധിക്കും. പിന്നെ ഏകാറ്റോമികമായിട്ട് വരുന്ന ഒരാൾ കാർബൺ ആണ്. ഇത്രയും പേരെ ഓർത്തിരുന്നാൽ മതി. ഇത്രയും പേരുമാണെന്ത്? ഏകാറ്റോമിക തന്മാത്രകൾ. അപ്പൊ ആരൊക്കെയുണ്ട്? ലോഹങ്ങളെല്ലാം ഏകാറ്റോമികമാണ്, ഉപലോഹങ്ങളെല്ലാം ഏകാറ്റോമികമാണ്, അലസവാതകങ്ങളെല്ലാം ഏകാറ്റോമികമാണ്. പിന്നെ ആരുണ്ട്? കാർബൺ. നമ്മുടെ കാർബൺ മാത്രം ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഈ കാറ്റഗറിയിൽ ഒന്നും ഉൾപ്പെടാത്ത ആൾക്കാരാണ് ആര്? കാർബൺ. കാർബൺ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു അലോഹമാണ്. അപ്പോൾ അലസവാതകങ്ങളും അലോഹങ്ങൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കാർബൺ എന്ന് പറയപ്പെടുന്നത് എന്താണ്? യെസ്, ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടാത്തതുകൊണ്ട് കാർബണിനെ പ്രത്യേകം പറഞ്ഞു. കാർബൺ എന്താണ്? ഒരു ഏകാറ്റോമിക തന്മാത്രയാണ്. അപ്പൊ ലോഹങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് കുറെ ലോഹങ്ങൾ വന്നില്ലേടെ? വന്ന് കാണും. യെസ്, താണ്ടേ ലോഹങ്ങളെയൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. ഏതൊക്കെ കാറ്റഗറി ആണെന്ന് ഇപ്പൊ വിശദമായിട്ട് നിങ്ങൾക്കറിയാം. അപ്പൊ ആ കാറ്റഗറിയിൽ ആരെയൊക്കെ കാണപ്പെടുക എന്ന് നോക്കാം. യെസ്, അപ്പോൾ ലോഹങ്ങൾ എന്ന് പറയുമ്പോൾ ആൽക്കലി മെറ്റൽസ് ഉണ്ട്. കണ്ടേ, ഈ കാണുന്ന എല്ലാം എന്താണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം എല്ലാം ആൽക്കലി മെറ്റൽസ് ആണ്. പേര് പഠിച്ചോണം. ഇപ്പൊ ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എന്താണ്? ഇവിടെ നിന്നൊക്കെ ചോദ്യം വരും. ആൽക്കലി മെറ്റൽസ് താഴെ തന്നതിൽ ഏതാണ്? അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ അങ്ങനെ പഠിച്ചോളുക. ഏതാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം എന്നിവയാണ് എന്ത്? ആൽക്കലി ലോഹങ്ങൾ. ഇനി അടുത്തത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഇതും ലോഹങ്ങൾ തന്നെ. ആരൊക്കെയാ? ബെറീലിയം, മാഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. അപ്പൊ എന്തൊക്കെയുണ്ട്? ബെറീലിയം, മാഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, റേഡിയം, ബേരിയം. ഇവയെല്ലാം തന്നെ എന്താണ്? ബേരിയം, റേഡിയം ആണ്. തിരിഞ്ഞു പോയി പറഞ്ഞു. അപ്പൊ ബേരിയം, റേഡിയം എന്നിവയെല്ലാം എന്താണ്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. അവയെല്ലാം ലോഹങ്ങളാണ്. ഇനി നമുക്കറിയാം ട്രാൻസിഷൻ മെറ്റൽസ്. ഇതാണ്ട് ഇവിടെ മുതൽ ഇവിടെ വരെ ഓർത്ത് വെച്ചോണേ. ഇവിടെ മുതൽ 3 മുതൽ 12 വരെ. കണ്ടോ? 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലുള്ള മുഴുവൻ പേരും എന്താണ്? ലോഹങ്ങളാണ്. ഇവയെല്ലാം ഏകാറ്റോമികമാണ്. അപ്പൊ ചോദ്യം വരും, ചിലപ്പോൾ കൊബാൾട്ട് ചോദിക്കും. കൊബാൾട്ട് ഒരു ഏകാറ്റോമികമാണ്. തീർച്ചയായിട്ടും അതെ. ഇപ്പൊ നമ്മളോട് ചോദിച്ചില്ലേ റേഡിയം? റേഡിയം എന്താണ്? ഏകാറ്റോമികമാണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടേ ഉള്ളൂ അല്ലെ? റേഡിയം എന്താണ്? ഏകാറ്റോമികമാണ്. അപ്പൊ ഇതെല്ലാം എന്താണ്? ഏകാറ്റോമിക. ഇതെല്ലാം ലോഹമാണ്. എല്ലാവരെയും ഒന്നും പഠിച്ചു വെക്കാൻ സാധിക്കില്ല. എങ്കിലും കുറച്ച് പേരെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ സ്ഥിരമായി വീഴുന്നവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചിരിക്കുക. ഇനി ഏകാറ്റോമികം പറഞ്ഞ നമ്മൾ എവിടെയാണ്? യെസ്, നമ്മുടെ ഉപലോഹങ്ങൾ എന്ന് പറയപ്പെടുന്ന കാറ്റഗറി. ആലോചിച്ച് നോക്കണേ. കണ്ടേ, ഈ അലൂമിനിയം, ഗാലി, ഇൻഡിയം, താലിയം ഒക്കെ ഇല്ലാണ്ട് ഈ കളറിൽ കാണുന്നത് ഇവരും എന്താണ്? ലോഹങ്ങളാണ് കേട്ടോ. ഇവരും ലോഹങ്ങളാണ്. ഇനി ഇവർ ഉപലോഹങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ശ്രദ്ധിച്ചു വെച്ചോ. ബോറോൺ ഒരു ഉപലോഹമാണ്. സിലിക്കണും ജെർമേനിയും എന്താണ്? ഉപലോഹമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആഴ്സനിക്കും ആന്റിമണിയും ഉപലോഹമാണ്. പിന്നെ ഉപലോഹം ടെലൂറിയവും പൊളോണിയവുമാണ്. ഞാൻ വരച്ച് വെച്ചിരിക്കുന്നവരെ ശ്രദ്ധിച്ചു വെച്ചേക്കണേ. ഇത്രയും പേരും എന്താ? ഉപലോഹങ്ങൾ. ഇവരും എന്താണ്? ഉപലോഹങ്ങൾ എന്ന് വെച്ചാൽ മെറ്റലോയിഡ്സ്, ലോഹത്തിന്റെയും അലോഹത്തിന്റെയും സ്വഭാവം കാണിക്കുന്നവ. ഇവരും എന്താണ്? നമ്മുടെ ഏകാറ്റോമിക മൂലകങ്ങളാണ്. പിന്നെ നമുക്ക് ഏകാറ്റോമികം ആരുണ്ട്? ആറ്റോമികം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 18ാമത്തെ ഗ്രൂപ്പ് അലസവാതകങ്ങളെല്ലാം ഏകാറ്റോമികമാണ്. അലസവാതകങ്ങളെല്ലാം എന്താണ്? ഏകാറ്റോമികമാണ്. ആരൊക്കെയുണ്ട്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റെഡോൺ, ഓർഗാനസൺ. അപ്പൊ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, ഓർഗാനസൺ എല്ലാവരും ഇവിടെ വരും. യെസ്, നമ്മുടെ ഏകാറ്റോമിക
തന്മാത്രകളിൽ വരുന്നതാണ്. പിന്നെ ഏകാറ്റോമികം ആരുണ്ട്? ദാ കാർബൺ. ഒറ്റയ്ക്ക് നിൽക്കുന്ന കാർബണിനെ കണ്ടോ? യെസ്, കാർബൺ എന്താണ്? ഏകാറ്റോമികമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കുറച്ച് പേരുടെ മനസ്സിൽ വന്ന ചോദ്യമായിരിക്കും, ഈ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും ഇവിടെ വരുമെന്നല്ലേ? തീർച്ചയായിട്ടും ലാന്തനോയിഡ്സ് ആണെങ്കിലും ആക്ടിനോയിഡ്സ് ആണെങ്കിലും ലോഹങ്ങളാണ്. അവരെന്താണ്? ലോഹങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ തന്നെ വരും, ഏകാറ്റോമികമാണ്. അപ്പൊ ലാന്തനോയിഡ്സോ ആക്ടിനോയിഡ്സോ ചോദിച്ചാലും എന്ത് തന്നെ പറഞ്ഞോണം? ഏകാറ്റോമികമാണ് എന്ന് പഠിച്ചോണം. അപ്പൊ പീരിയോഡിക് ടേബിൾ വെച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. പരമാവധി എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടം പോലെ ലോഹങ്ങളുണ്ട്. ലോഹങ്ങളെല്ലാം എന്താണ്? ഏകാറ്റോമികമാണ്. അലസവാതകങ്ങളെല്ലാം ഏകാറ്റോമികമാണ്. ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും എല്ലാം ലോഹങ്ങളായതുകൊണ്ട് അവയും ഏകാറ്റോമികമാണ്. സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്ന ട്രാൻസിഷൻ എലമെന്റ്സ് എല്ലാം എന്താണ്? ഏകാറ്റോമികമാണ്. പിന്നെ ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും എന്താണ്? ഏകാറ്റോമികമാണ്. കാർബൺ ഏകാറ്റോമികമാണ്. ഓർത്ത് വെച്ചിരിക്കുക. ഉപലോഹങ്ങളെല്ലാം എന്താണ്? ഏകാറ്റോമികമാണ്. മറന്നുപോലെ ഇത്രയും പേരെ നമ്മൾ എന്തായിട്ട് കരുതുന്നു? ഏകാറ്റോമികമായിട്ട് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഏകാറ്റോമിയം പഠിച്ചതിക്ക് ഡയറ്റോമിയം കൂടെ അങ്ങ് പറഞ്ഞേക്കട്ടെ. യെസ് പറയാണ്. പീരിയോഡിക് ടേബിളിൽ ദ്വയാറ്റോമിക മൂലകങ്ങൾ, നമുക്ക് ദ്വയാറ്റോമിയത്തിലേക്കാണ്. ദ്വയാറ്റോമിക ആരൊക്കെ ഉണ്ട്? ദാണ്ട് ഹൈഡ്രജൻ ഉണ്ട് കേട്ടോ. ഹൈഡ്രജൻ ഉണ്ട്. അവിടെയൊക്കെ കൂടെ നമ്മൾ രണ്ടിടും. ഓക്കെ, പക്ഷെ PSC ഇട്ട് തരത്തില്ലേ, ഹൈഡ്രജൻ എന്ന് എഴുതി തരത്തുള്ളൂ. ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്. ദേണ്ട ഹൈഡ്രജൻ. പിന്നെ ആരുണ്ട്? ദേ ഇവിടെ ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്. പിന്നെ ഇവിടെ കിടക്കുന്നുണ്ടോ കുറച്ച് പേരെ? യെസ്, ഇവിടെ വിളിക്കുന്ന പേര് ഹാലജനുകൾ എന്നാണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, പിന്നെ ആരുണ്ട്? അയഡിൻ. ബ്രോമിൻ, അയഡിൻ. അപ്പൊ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെ എന്താണ്? നമ്മുടെ ദ്വയാറ്റോമികമാണ്. ഓർത്ത് വെച്ചേക്കാം, ദ്വയാറ്റോമികം. അപ്പൊ പീരിയോഡിക് ടേബിളിലെ ദ്വയാറ്റോമികവും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ രണ്ടുപേരെ പറഞ്ഞില്ലല്ലോ നമ്മൾ. ആരൊക്കെയാണ്? ഇവിടെ ഒരു സൾഫറും ഉണ്ട്, ഒരു ഫോസ്ഫറസും ഉണ്ട്. ഒന്നും വേണ്ടിയില്ലല്ലോ. യെസ്, സൾഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ആറ്റങ്ങൾ ഉള്ളതുകൊണ്ട് പുള്ളിനെ നമ്മൾ എന്താ? ഒക്ടാറ്റോമികം എന്നറിയപ്പെടും. ഫോസ്ഫറസിൽ 4 ആറ്റങ്ങൾ ഉള്ളത് കൊണ്ട് അതിനെ എന്താണ്? ടെട്രാ അറ്റോമികം എന്നും അറിയപ്പെടും. ഓർത്ത് വെച്ചാൽ ടെട്രാ അറ്റോമിയത്തിന് ഉദാഹരണമാണ് ഫോസ്ഫറസ്. സൾഫർ എന്താണ്? ഒക്ടാറ്റോമികമാണ്. പീരിയോഡിക്കുകൾ മുഴുവൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒക്ടാറ്റോമിക ആരാന്ന് ചോദിച്ചാൽ ആരാണ്? സൾഫറാണ്. അതുപോലെ ടെട്രാ അറ്റോമികം എന്ന് പറഞ്ഞാൽ ആരാണ്? തീർച്ചയായിട്ടും ടെട്രാ അറ്റോമികം ആരാണ്? നമ്മുടെ ഫോസ്ഫറസ് ആണ്. അപ്പം ഓർത്ത് വെച്ചേക്കണം, P4ഉം S8ഉം കേട്ടോ. P4ഉം S8 രണ്ടുപേരെ മറക്കല്ലേ. യെസ്, അവർ രണ്ടുപേരും ബഹു അറ്റോമിക തന്മാത്രകളാണ്. രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബഹു എന്നാണ് വിളിക്കുന്നത്. ബഹു അറ്റോമിക തന്മാത്രകൾ അല്ലെങ്കിൽ പോളി അറ്റോമിക് മോളിക്യൂൾസ്. അതിനകത്ത് ടെട്രാ അറ്റോമികമാണ് ആര്? നമ്മുടെ ഫോസ്ഫറസ്. ഒക്ടാ അറ്റോമികമാണ് ആര്? നമ്മുടെ സൾഫർ. ഒക്ടാറ്റോമിയത്തിന് മലയാളമുണ്ട്, അഷ്ടാറ്റോമിക തന്മാത്രകൾ എന്ന് പറയും കേട്ടോ. അഷ്ടാറ്റോമിക തന്മാത്രകൾ എന്ന് അറിയപ്പെടും. ഓക്കെ, അല്ലെങ്കിൽ ഒറ്റ പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇവരെ എല്ലാവരെയും ബഹു അറ്റോമിക തന്മാത്രകൾ. ക്ലിയർ ആണ്? യെസ്. അപ്പോൾ ഇവിടുന്ന് എല്ലാം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഈ ചോദ്യം ഓക്കെ ആണെന്ന് കരുതുന്നു. അടുത്തേക്ക് പോകാം. യെസ്, പോകാം. അടുത്ത ചോദ്യമാണ്. യെസ്, ദാണ്ടെ എളുപ്പമുള്ള ചോദ്യമാണ്. അലൂമിനിയത്തിന്റെ ധാതുക്കളിൽ അയിരിന്റെ പ്രത്യേകത ഉള്ളത് ചുവടെ പറയുന്നവയിൽ ഏതിനാണ്? നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ചോദ്യമാണ് അല്ലേ? യെസ്. അപ്പോൾ തീർച്ചയായിട്ടും അലൂമിനിയത്തിന്റെ ധാതുക്കളാണ്. അവയിൽ അയിരിന്റെ പ്രത്യേകതകൾ ഉള്ളത് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതിനാണെന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് വായിക്കാം. കളിമണ്ണ്, ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, ഇവയെല്ലാം. നമുക്കറിയാം, കളിമണ്ണാണെങ്കിലും ബോക്സൈറ്റ് ആണെങ്കിലും ക്രയോലൈറ്റ് ആണെങ്കിലും എല്ലാത്തിലും ആരുടെ സാന്നിധ്യമുണ്ട്? അലൂമിനിയത്തിന്റെ സാന്നിധ്യമുണ്ട്. പക്ഷെ ചോദ്യത്തിൽ ഒന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്, അയിരിന്റെ പ്രത്യേകതകൾ ഈ കൂട്ടത്തിൽ ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അലൂമിനിയത്തിന്റെ കൂട്ടത്തിൽ അയിരിന്റെ പ്രത്യേകതയുള്ള ഒരാൾക്ക് മാത്രമാണ്. ആർക്ക്? ബോക്സൈറ്റ്. നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ഓപ്ഷനിൽ ആര് കിടപ്പുണ്ട്? ഇവയെല്ലാം. പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലാത്തിലും അലൂമിനിയം ഉണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ ഇവയെല്ലാം എന്ന് കൊടുത്തൂടെ എന്ന് ചിന്തിച്ചവരും കുറച്ച് പേര് കാണും. തീർച്ചയായിട്ടും അല്ല. ഇതിന് ആൻസർ എന്താണ്? ബോക്സൈറ്റ് എന്നാണ്. ബോക്സൈറ്റ്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ ഉത്തരം. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ബോക്സൈറ്റ് എന്തുകൊണ്ട് ആൻസർ ആയി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പാഠപുസ്തകത്തിലേക്ക് തന്നെ പോകാം. യെസ്, പാഠപുസ്തകം താണ്ട് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം പാഠപുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ ചോദ്യം എവിടെ നിന്നാണ് വന്നിരിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പാഠപുസ്തകത്തിൽ നിന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും വായിച്ചു നോക്കാം. ഭൂവൽക്കത്തിൽ ക്രിയാശീലത കൂടിയ ലോഹങ്ങൾ അവയുടെ സംയുക്ത അവസ്ഥയിലും ക്രിയാശീലം വളരെ കുറഞ്ഞവ സ്വതന്ത്ര അവസ്ഥയിലും കാണപ്പെടുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? ഈ ഒരു ഭൂമിയിൽ ഇഷ്ടം പോലെ എന്തുണ്ട്?
ലോഹങ്ങളുണ്ട് അല്ലെ. ഭൂമിയിൽ നമുക്ക് ലോഹങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഭൂമിയിൽ ലോഹങ്ങളെ പ്രധാനമായും കാണപ്പെടുന്നത് ഏത് രൂപത്തിലാണ്? ധാതു രൂപത്തിലാണ്. ധാതു അതായത് മിനറൽസിന്റെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. അപ്പം ഭൂമിയിൽ നിന്ന് ഫസ്റ്റ് നമുക്ക് ലഭിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ധാതുക്കളെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ധാതുക്കളെ പിന്നെ കുറെ പ്രോസസ് ഒക്കെ ചെയ്ത് നമ്മൾ ലോഹങ്ങളിലേക്ക് എത്തുക. ഫസ്റ്റ് ലഭിക്കുന്ന ആരാണ്? ധാതുക്കൾ. ഈ ധാതുക്കൾ എങ്ങനെയാണ് കാണപ്പെടുക എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഭൂവൽക്കത്തിൽ ഇവിടെ ശ്രദ്ധിച്ചോണേ, സ്റ്റേറ്റ്മെന്റ് വീഴും. ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ അവയുടെ സംയുക്ത അവസ്ഥയില് എന്ന് വെച്ചാൽ റിയാക്ടിവിറ്റി കൂടിയവര്, ക്രിയാശീലത കൂടിയവർ ഏതവസ്ഥയിലാണ്? കോമ്പൗണ്ട് ആയിട്ടാണ് കാണപ്പെടുന്നത്, സംയുക്ത അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ക്രിയാശീലം വളരെ കുറഞ്ഞ അതാരൊക്കെ ഉണ്ട്? സ്വർണവും പ്ലാറ്റിനവും ഒക്കെ എന്താ സ്വതന്ത്ര അവസ്ഥയിൽ നമ്മുടെ ചുറ്റുപാട് ഇൻഡിപെൻഡന്റ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്, സ്വതന്ത്ര അവസ്ഥയിലും കാണപ്പെടുന്നുണ്ട്. പ്ലാറ്റിനവും ഗോൾഡും ഒക്കെ സ്വതന്ത്ര അവസ്ഥയിലല്ലേ കാണപ്പെടുന്നത്? അതെ, തീർച്ചയായിട്ടും അവയൊന്നും കോമ്പൗണ്ട് രൂപത്തിലല്ല, അവയെല്ലാം സ്വതന്ത്ര അവസ്ഥയിലും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതാണ് ശ്രദ്ധിച്ചോണം. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ പൊതുവെ ധാതുക്കൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, ലോഹ സംയുക്തങ്ങൾ മാത്രമല്ല, അലോഹ സംയുക്തങ്ങളെ പൊതുവിൽ നമ്മൾ എന്താ വിളിക്കുന്നത്? ധാതുക്കൾ എന്ന് വിളിക്കുന്നുണ്ട്. ആ ധാതുക്കളെ രണ്ടായി തിരിക്കാം, ലോഹധാതു എന്നും അലോഹ ധാതു എന്നും തിരിക്കാം. ഓക്കെ, പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ പഠിക്കുക. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ പൊതുവെ എന്തായിട്ട് അറിയപ്പെടുന്നു? ധാതുക്കൾ, മിനറൽസ് എന്ന് അറിയപ്പെടുന്നു. ഇനി ലോഹം അടങ്ങിയ അനേകം ധാതുക്കൾ ഉണ്ടായിരിക്കാം. ലോഹം തന്നെ അടങ്ങിയിട്ടുള്ള ഒരുപാട് ധാതുക്കൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഉദാഹരണത്തിന് അലൂമിനിയത്തിന്റെ ധാതുക്കളാണ്. അലൂമിനിയത്തിന്റെ ധാതുക്കളാണ് ആര്? ബോക്സൈറ്റ്. സിമ്പൽ കണ്ടോ? Al2O3 2H2O ബൈ ഹാർട്ട്. Al2O3 2H2O. അടുത്ത ചോദ്യം ഉള്ളതാണ്. അടുത്ത് ബോക്സൈറ്റിന്റെ കെമിക്കൽ ഫോർമുല, രാസസൂത്രം എന്ത്? Al2O3 പറഞ്ഞോ? 2H2O. Al2O3 2H2O ബൈ ഹാർട്ട് ആയല്ലോ. എസ് അടുത്ത ആരാണ്? ക്രയോലൈറ്റ്. പുസ്തകത്തിലുണ്ട്. സിമ്പൽ എന്താണ്? Na3Al(F6) Na3Al(F6) പഠിക്കുക. Na3Al(F6) ആണ് ക്രയോലൈറ്റ്. പിന്നെ നമ്മുടെ കളിമണ്ണ്, ദേ കിടക്കുന്ന കളിമണ്ണ്. കളിമണ്ണ് എന്താണ്? Al2O3 2SiO2 2H2O. അപ്പൊ എന്താണ്? Al2O3 2SiO2 2H2O എന്ന് പറയപ്പെടുന്നതാണ് ആര്? കളിമണ്ണ്. കുറേ തവണ എഴുതി അങ്ങ് പഠിച്ചേക്കണം. Al2O3 2SiO2 2H2O എന്ന് പറയപ്പെടുന്ന ആളാണ് കളിമണ്ണ്. ഇവരെല്ലാം നമ്മൾ ഓപ്ഷനിൽ കണ്ടില്ലേടെ? കണ്ടു. ബോക്സൈറ്റ് ഉണ്ടായിരുന്നു, ക്രയോലൈറ്റ് ഉണ്ടായിരുന്നു, കളിമണ്ണ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി എന്തിനാ? പക്ഷേ എല്ലാ ധാതുക്കളെയും ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കാറില്ല. യെസ്, അത് പോയിന്റ് ശ്രദ്ധിച്ചു വെച്ചോ. ഇപ്പൊ എല്ലാ ധാതുക്കളെയും കണ്ടു, പക്ഷെ എല്ലാരെയും നമ്മൾ എന്ത് ചെയ്യത്തില്ല? വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കത്തില്ല. ഒക്കെയാണ്. യെസ്, വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കണമെന്നുണ്ട് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് കുറച്ച് പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. അതേതൊക്കെയാണെന്ന് നോക്കാം, ശ്രദ്ധിക്കുക. ഒന്ന്, സുലഭമായിരിക്കണം. ഓക്കെ, ഈ തന്നിരിക്കുന്ന 3 പേരിൽ ഏറ്റവും സുലഭമായിട്ടുള്ളവയെ മാത്രമേ നമ്മൾ ആ ലോഹത്തിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുകയുള്ളൂ. അപ്പൊ എന്താ ഒന്നാമത്തെ കണ്ടീഷൻ? സുലഭമായിരിക്കണം. പഠിക്കുക, സുലഭമായിരിക്കണം. പഠിക്കുക, മോസ്റ്റ്ലി അവൈലബിൾ ആയിരിക്കണം, സുലഭമായിരിക്കണം. രണ്ടാമത്തെ എന്താ? എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയണം. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുന്ന എളുപ്പത്തിലും, ഈസിലി ആൻഡ് ചീപ്ലി എന്നാണ്. എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹത്തെ എന്ത് ചെയ്യണം? എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കണം, വേർതിരിച്ചെടുക്കാൻ സാധിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തത്, ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം. ഓക്കെ, മെറ്റൽ കണ്ടന്റ് കൂടുതലായിരിക്കണം, ലോഹത്തിന്റെ അംശം എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. അപ്പൊ സുലഭമായിരിക്കണം, എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയണം, പിന്നെ ലോഹത്തിന്റെ അംശം എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. ഈ 3 കണ്ടീഷൻസ് പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ അവയെ നമുക്ക് എന്തിനുപയോഗിക്കാം? ലോഹത്തിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ ഈ 3 കണ്ടീഷൻസ് പാലിക്കുന്നവരെ മാത്രമേ നമുക്ക് അയിര് എന്ന് വിളിക്കാൻ സാധിക്കൂ. ഈ 3 കണ്ടീഷൻസ് പാലിച്ചാൽ മാത്രമേ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അയിര് എന്ന് വിളിക്കാൻ സാധിക്കത്തുള്ളൂ. അയിരിൽ നിന്നാണ് ലോഹത്തെ വേർതിരിക്കേണ്ടത്. അയിരിൽ നിന്നാണ് ആരെ വേർതിരിക്കേണ്ടത്? ലോഹത്തെ വേർതിരിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഒരു ഭാഗം നിങ്ങൾ ബൈഹാർട്ട് ചെയ്തോളാം, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, മറന്നു പോകരുത്. അപ്പൊ നമുക്ക് അയിരിനെ കിട്ടിയിരിക്കുകയാണ് അല്ലെ. യെസ്, അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? അയിരിൽ നിന്ന് നമുക്ക് ലോഹത്തെ വേർതിരിച്ചെടുക്കണം. ഇനി ഒരു കാര്യം കൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. അലൂമിനിയമാണ്. അലൂമിനിയത്തിന് ഇത്രയും ധാതുക്കളെ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല.
വേറെയും ധാതുക്കളുണ്ട്. അപ്പൊ ഏതൊക്കെ ധാതുക്കളെ നിങ്ങൾക്കറിയാം? ഒന്ന് ബോക്സൈറ്റ്, ഇപ്പൊ പഠിച്ചാണ് ഏത്? ബോക്സൈറ്റ്. ഇനി ആരെ അറിയാം? ക്രയോലൈറ്റ്. പരിചയമുണ്ടല്ലോ, ക്രയോലൈറ്റിനെ പരിചയമുണ്ട്, ശ്രദ്ധിച്ചു വെച്ചോണേ. ഇനി അടുത്ത ആരാണ്? നമ്മളിപ്പോ പഠിച്ച കളിമണ്ണ്. കളിമണ്ണിനെ വിളിക്കുന്ന പേര്, PSC വിളിക്കുന്ന പേര് കയോലിനൈറ്റ് എന്നാണ് കേട്ടോ. കയോലിനൈറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 2-3 വട്ടം കണ്ടു, ശ്രദ്ധിച്ചോണം. കയോലിനൈറ്റ്, അത് ശ്രദ്ധിച്ചു വെച്ചോണം. പിന്നെ നമുക്കറിയാവുന്ന പേരാണ് കൊറണ്ടം. കൊറണ്ടം നമ്മുടെ പുസ്തകത്തിൽ ഉള്ളതുകൊണ്ട് ഓർത്ത് വെച്ചേക്കുക. കൊറണ്ടം നമുക്ക് +2 പഠിക്കാനുണ്ട്. കൊറണ്ടം ഓർത്ത് വെച്ചേക്കുക. ഇനി സ്വന്തം പേര് അലുനൈറ്റ്. അലുനൈറ്റ് ഇതെല്ലാം അലൂമിനിയത്തിന്റെ ധാതുക്കളാണ് കേട്ടോ. ഇതിലെല്ലാം അലൂമിനിയം ഉണ്ട്. ഇതിലെല്ലാം എന്തുണ്ട്? അലൂമിനിയം ഉണ്ട്. പക്ഷേ ഇതില് ഈ അലൂമിനിയത്തിന്റെ ഈ 5 ധാതുക്കളിൽ, ഈ 5 പേരെ നമുക്ക് എന്ത് വിളിക്കാം? ധാതു എന്ന് വിളിക്കാം. ഈ 5 ധാതുക്കളിലും ഈ 3 കണ്ടീഷൻസ് പാലിക്കുന്ന ആരൊക്കെയാണെന്ന് നോക്കണം. ഒന്നാമത് സുലഭമായിരിക്കണം. ഈ കൂടുതൽ ഏറ്റവും സുലഭം ആരാ? ബോക്സൈറ്റ്. ബോക്സൈറ്റ് ഒന്നാമത്തെ കണ്ടീഷൻ പാലിച്ചു. രണ്ടാമത്തെ, എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹത്തെ വേർതിരിക്കാൻ കഴിയണം. അതും ആരിൽ നിന്നേ സാധിക്കൂ? ബോക്സൈറ്റിൽ നിന്നേ സാധിക്കൂ. രണ്ടാമത്തെ കണ്ടീഷൻ ആര് പാലിച്ചു? ബോക്സൈറ്റ് പാലിച്ചു. ഇനി ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം. അതും ആരിലാണ്? ഈ കൂട്ടത്തിൽ അലൂമിനിയത്തിന്റെ അംശം കൂടുതലല്ല, ബോക്സൈറ്റ്. ഈ 3 കണ്ടീഷനും പാലിച്ചുകൊണ്ട് ബോക്സൈറ്റിനെ ഈ നിമിഷം മുതൽ എന്തും കൂടി വിളിക്കാം? അയിര് എന്ന് കൂടി വിളിക്കാം. എന്തും കൂടി വിളിക്കാം? അയിര് എന്ന് കൂടി വിളിക്കാം. മനസ്സിലായോ? യെസ്. അതുകൊണ്ട് അലൂമിനിയത്തിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് ഈ കൂട്ടത്തിൽ ആരെ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ബോക്സൈറ്റിനെ യൂസ് ചെയ്യും. ആരെ യൂസ് ചെയ്യും? ബോക്സൈറ്റിനെ യൂസ് ചെയ്യും. ഇനി ഇവിടെ നിന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയുമല്ലോ. സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഈ എല്ലാ ധാതുക്കളും അയിരുകളാണ്. ശരിയാണോ? അല്ല. എല്ലാ ധാതുക്കളെയും ഞാൻ കയറി അയിരെന്ന് വിളിച്ചോ? അല്ലെങ്കിൽ നിങ്ങൾ കയറി അയിരെന്ന് വിളിച്ചോ? വിളിച്ചില്ല. എല്ലാ ധാതുക്കളും അപ്പൊ എന്തല്ല? അയിരുകളല്ല. സ്റ്റേറ്റ്മെന്റ്, PSCയുടെ സ്റ്റേറ്റ്മെന്റ്, എല്ലാ ധാതുക്കളും എന്തല്ല? അയിരുകളല്ല. ഇനി ആലോചിച്ചേ, എല്ലാ അയിരുകളും എന്തും കൂടിയാണ്? ധാതുക്കൾ കൂടിയാണ്. എല്ലാ ഓർസും എന്തും കൂടിയാണ്? മിനറൽസ് കൂടിയാണ്. അപ്പൊ എല്ലാ അയിരുകളും എന്തും കൂടിയാണ്? ധാതുക്കൾ കൂടിയാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വ്യക്തമാക്കാം. എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഓക്കെ, എല്ലാ ധാതുക്കളും എന്തല്ല? അയിരുകളല്ല. പക്ഷെ എല്ലാ അയിരുകളും എന്തുകൂടിയാണ്? ധാതു കൂടിയാണ്. എല്ലാ അയിരുകളും എന്താണ്? ധാതുവാണ്. ക്ലിയർ ആണ്? യെസ്. ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെയാണ് സ്റ്റേറ്റ്മെന്റുകൾ ചോദിക്കുക. ഈ ഒരു പാഠഭാഗം നല്ല രീതിയിൽ ഓർത്തിരിക്കുക. തീർച്ചയായിട്ടും എന്താണ് ഇവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് അപ്പോൾ ഷുവറായിട്ട് ഇവിടെ നിന്നുള്ള മാർക്ക് ലഭിക്കുന്നതാണ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇതാണ്, ശ്രദ്ധിച്ചോളുക. ബോർ മാതൃകയിലെ പ്രധാന ആശയങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാം. വീണ്ടും സ്റ്റേറ്റ്മെന്റ് അല്ലേ? അതും ആശയങ്ങൾ എന്ന ഭാഗം ജോൺ ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിലെ ആശയങ്ങൾ പഠിച്ചതുപോലെ തന്നെ നമ്മുടെ നീൽസ് ബോറിന്റെ ബോർ മാതൃകയിലെ ആശയങ്ങളും നമ്മൾ വിശദമായി പഠിച്ചവരാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇത്തവണ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. 3 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. 3 ഓപ്ഷനിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്താൻ തന്നെയാണ്. ഇവിടെ നിന്ന് നന്നായിട്ട് പോസ് ചെയ്ത് വെച്ച് വായിക്കുക, വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ഞാൻ ഓപ്ഷൻ തരുന്നതാണ്. ഓപ്ഷൻ നോക്കി ഉത്തരം കണ്ടെത്തുക. യെസ്, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ 4 ഓപ്ഷൻസ് 3 ഓപ്ഷനേ ഉള്ളൂ. 3 ഓപ്ഷൻസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് വരികയാണ്. ഒന്നാമത്തെ ഓപ്ഷനാണ്: ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്ന നിശ്ചിത ഷെല്ലുകളിലാണ്. രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അടുത്താണ്: ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടും തോറും ഷെല്ലുകളുടെ ഊർജം കുറഞ്ഞു വരുന്നു. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന 3 ഓപ്ഷൻസ്. നിങ്ങൾ നന്നായിട്ട് വായിച്ചു. ഇനി അറ്റോമിക സിദ്ധാന്തമല്ലോ ബോർ മാതൃക ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി നോക്കുക. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. എത്തിക്കാണോന്ന് കരുതുന്നു. ഓപ്ഷൻസ് വേണ്ടായോ? യെസ്, ദാണ്ട് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ശരിയായവയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ശരിയായവയെന്നല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? യെസ്, ശരിയായവയാണ് കണ്ടെത്തേണ്ടത്. ദാണ്ട് 1, 2, പിന്നെ 1, 3, പിന്നെ 1, 2, 3, പിന്നെ 2, 3 എന്നിവ തന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ആൻസറിൽ എത്തിക്കാണുമെന്ന് കരുതുകയാണ്. യെസ്, ഇനി നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ക്ലിയർ ആണല്ലോ? ആൻസറൊക്കെ മനസ്സിലുണ്ട്. പോവാണ്. അപ്പോൾ നമുക്ക് ബോർ മാതൃകയാണ്. ബോർ മാതൃക എന്ന് പറയപ്പെടുന്നത് നീൽസ് ബോറിൻ്റെതാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഷെല്ലുകളിലാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ആറ്റത്തിന്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റിൽ കൂടി ആര് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്? ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുകയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്.
ഒന്നെന്താണ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്ന നിശ്ചിത ഷെല്ലുകളിലാണ്, ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റലുകളിൽ കൂടിയാണെന്ന് നമുക്കറിയാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും ഒരു നിശ്ചിത ഷെല്ലിൽ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകളുടെ ഊർജം കൂടുകയുമില്ല, ഇലക്ട്രോണുകളുടെ ഊർജം കുറയുകയുമില്ല. ഓക്കെ, തീർച്ചയായിട്ടും ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. ഇനി മൂന്നാമത്തത്, ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടും തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു എന്നാ പഠിച്ചത്. ഇവിടെ കുറഞ്ഞു വരുന്നു എന്നാണ് കൊടുത്തേക്കുന്നത്. അതെന്താണ്? തെറ്റാണ്. പഠിച്ചാണ് നമ്മൾ, വ്യക്തമായി പഠിച്ചവരാണ് നമ്മൾ. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും, ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം എന്ത് സംഭവിക്കുന്നു? കൂടി വരുന്നു എന്നാണ് പഠിച്ചത്. ഇവിടെ കുറഞ്ഞു വരുന്നു എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പൊ മൂന്നാമത്തെ ഓപ്ഷനാണ് ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത്. ശരിയായവ ഏതൊക്കെയാ? 1ഉം 2ഉമാണ് ശരി. നോക്കിയേടെ, 1ഉം 2ഉം ഉള്ള ഏത് ഓപ്ഷൻ ഉണ്ട്? 1, 2 എന്നുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 1, 2 എന്നിവയാണ് എന്ത്? ശരിയായിട്ട് വന്നിരിക്കുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി നമുക്ക് നോക്കാം. കണ്ടോ, ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ശരി അല്ലെ? എല്ലാവർക്കും ഉത്തരം എ ആണ് കിട്ടിയെന്ന് എനിക്കറിയാം. അപ്പോ ബോർ മാതൃക നോക്കണ്ടായോ? വേണം. ബോർ മാതൃക. യെസ്, ദാണ്ടേ ഇവിടെ ബോർ മാതൃകയുമായി ബന്ധപ്പെട്ട് കുറച്ചധികം പോയിന്റുകൾ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ആരെ കാണാം? നീൽസ് ബോറിനെ കാണാം. ആൾ ജീവിച്ചിരുന്ന കാലഘട്ടമൊക്കെ കാണാൻ സാധിക്കുന്നതാണ് അല്ലേ? യെസ്, അപ്പോൾ 1885 തൊട്ട് 1962 വരെ അദ്ദേഹം ജീവിച്ചിരുന്നു അല്ലെ? 1962 വരെ അദ്ദേഹം ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ചിന്തിച്ച് വെച്ചിരിക്കുക. യെസ്, അപ്പോൾ നമുക്ക് നീൽസ് ബോറിലേക്ക് വരാം. നീൽസ് ബോറിന്റെ ആറ്റം മാതൃക. ഓക്കെ, റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ പരിമിതികൾ പരിഹരിക്കുന്നതിനായിട്ട്, അപ്പൊ തീർച്ചയായിട്ടും റൂദർഫോർഡ് കുറച്ച് മാതൃക കൊണ്ടുവന്ന് വെച്ചു. ഈ മാതൃക കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് പരിമിതികൾ വന്നായിട്ട് നിങ്ങൾ പഠിച്ചിരുന്നു. ആ പരിമിതികൾ പരിഹരിക്കാൻ വേണ്ടി റൂദർഫോർഡ് അദ്ദേഹത്തിന്റെ ശിഷ്യനെ കൊണ്ടുവന്നില്ലേ? ആ ശിഷ്യനാണെന്നുകൊണ്ട് അത് ആര്? നീൽസ് ബോർ. ഏറ്റവും ഫേമസ് ആയ ശിഷ്യനാണ്. പുള്ളിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. യെസ്, എന്താ കൊടുത്ത ജോലി നോക്കാം. യെസ്, 1913 വർഷം വ്യക്തമായിട്ട് പഠിച്ചോളൂ. 1913 ബോർ ആറ്റം മാതൃക. 1913 ഡാനിഷ് ശാസ്ത്രജ്ഞനായ, ഡാനിഷാണ് പുള്ളി, ഡാനിഷ് ശാസ്ത്രജ്ഞനായ നീൽസ് ബോർ അവതരിപ്പിച്ച മാതൃകയാണ് ബോർ ആറ്റം മാതൃക. ഓക്കെ ആണ്. യെസ്, ഊർജത്തെ കുറിച്ച് വിശദമാക്കാനല്ലേ നമ്മുടെ റൂദർഫോർഡ് പറഞ്ഞിരുന്നത് നീൽസ് ബോറിനോട്? അതൊക്കെ നമുക്ക് അറിവുള്ള കാര്യമാണ് അല്ലേ? അപ്പൊ ഊർജത്തെ കുറിച്ച് വിശദമാക്കാൻ വേണ്ടി, അതെ ഊർജത്തെ കുറിച്ച് വിശദമാക്കാൻ വേണ്ടി നീൽസ് ബോർ കൊണ്ടുവന്ന മാതൃകയാണ് ഏത്? ബോർ ആറ്റം മാതൃക. അപ്പോൾ ബോർ മോഡൽ ഓഫ് ആറ്റത്തിലേക്കാണ് വന്ന വർഷം 1913 ആരവതരിപ്പിച്ചു? നീൽസ് ബോർ ആണ് അവതരിപ്പിച്ചത്. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? ഡാനിഷ് ശാസ്ത്രജ്ഞനാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് പോയിന്റ് പഠിക്കാം. പ്രധാനമായിട്ട് നമുക്ക് എത്ര പോയിന്റ് ഉണ്ട്? 6 സ്റ്റേറ്റ്മെന്റുകളാണുള്ളത്. 6 സ്റ്റേറ്റ്മെന്റുകളും പുതിയ പുസ്തകമാണ്. നന്നായിട്ട് നമുക്ക് ബൈഹാർട്ട് ചെയ്യാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരികയാണ്. അതെ, ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റലുകളിലാണ്. ശരിയല്ലേ? നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ. അതായത് ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും, ആറ്റം ആലോചിക്കുക, ആറ്റം അതിന്റെ ന്യൂക്ലിയസ് കേന്ദ്രഭാഗം, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഓർബിറ്റിൽ കൂടിയാണ്, നിശ്ചിത ഓർബിറ്റിൽ കൂടിയാണ്. അതിന് മാറ്റമൊന്നുമില്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആണല്ലോ. യെസ്, അടുത്തതിലേക്ക് വരാം. ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും ആരെ കാണുന്നു? നമ്മുടെ ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റ് കാണുകയാണ്. അത് തീർച്ചയായിട്ടും ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണുകൾക്ക്, ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണുകൾക്ക് എന്തുണ്ട്? ഒരു നിശ്ചിത ഊർജമുണ്ട്. അപ്പൊ ഇലക്ട്രോണുകളുടെ ഊർജം എന്താണ്? ഫിക്സഡ് ആണ് എന്ന് മനസ്സിലാക്കാം. നിശ്ചിത ഊർജമുണ്ട്. അതുകൊണ്ട് ആ ഓർബിറ്റലുകളെ നമുക്ക് എന്ത് വിളിക്കാം? ഊർജ നിലകൾ, അതായത് എനർജി ലെവൽസ് എന്ന് വിളിക്കാം. ഓക്കെയാണ്, ഊർജ നിലകൾ അതായത് എനർജി ലെവൽസ് എന്ന് വിളിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഫിക്സഡ് എനർജി ഉള്ളതുകൊണ്ട് അവരെ എന്ത് വിളിക്കാം? യെസ്, ഊർജ നിലകൾ എന്ന് വിളിക്കാം. അപ്പോൾ ഓരോ ഓർബിറ്റിലെയും, ഓരോന്നാണേ ശ്രദ്ധിച്ചോണേ, ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണുകൾക്ക് എന്തുണ്ട്? ഒരു നിശ്ചിത ഊർജമുണ്ട്. അതിനാൽ അവയെ നമുക്ക് എന്ത് വിളിക്കാൻ സാധിക്കും? ഊർജ നിലകൾ എന്ന് വിളിക്കാൻ സാധിക്കും. ക്ലിയർ? യെസ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഒരു നിശ്ചിത ഓർബിറ്റലിൽ ശ്രദ്ധിക്കുക, പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം, ഓരോ നിശ്ചിത ഓർബിറ്റലിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ആര്?
ഇലക്ട്രോൺ. അപ്പോൾ ഒരു നിശ്ചിത ഓർബിറ്റിൽ ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം അവയുടെ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. കണ്ടോ, ഊർജം കൂടുകയുമില്ല, ഊർജം കുറയുകയും ചെയ്യുന്നില്ല. അപ്പോൾ ഒരു നിശ്ചിത ഓർബിറ്റിൽ കൂടി ഇലക്ട്രോൺ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം അവയുടെ ഊർജം കൂടുകയുമില്ല, അവയുടെ ഊർജം കുറയുകയുമില്ല, മാറ്റമില്ല. പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ പഠിക്കാം. ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിന്റെ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ഓക്കെ, അതിനാൽ ഓർബിറ്റലുകളെ നമുക്ക് ഒന്നുകൂടെ വ്യക്തമാക്കാം. ഫിക്സഡ് എനർജി ലെവൽസ് അല്ലെങ്കിൽ സ്ഥിരോർജ നിലകൾ എന്ന് വിളിക്കാം. ഓക്കെ ആണ്, സ്ഥിര ഊർജ നിലകൾ എന്ന് വിളിക്കാൻ സാധിക്കുന്നതാണ്. ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ ഓർബിറ്റലുകളെ വിളിക്കുന്ന വേറൊരു പേരാണ് സ്ഥിരോർജ നിലകൾ. ഓക്കെ ആണല്ലോ? യെസ്, 3 സ്റ്റേറ്റ്മെന്റുകളായി. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തെറ്റിച്ചെന്ന് ശ്രദ്ധിച്ചു വെച്ചോണേ. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റലുകളുടെ ഊർജം കൂടുന്നു. ഇലക്ട്രോണിന്റെ അല്ല, ഓർബിറ്റലുകളുടെ ഊർജം എന്ത് ചെയ്യുകയാണ്? കൂടുകയാണ്. ഇലക്ട്രോണുകളുടെ അല്ല, ഓർബിറ്റലുകളുടെ, ഷെല്ലുകളുടെ ഊർജം എന്ത് ചെയ്യുകയാണ്? കൂടുകയാണ് ചെയ്യുന്നത്. കണ്ടോ, കൂടുകയാണ്. പഠിച്ചാണ് നമ്മളല്ലേ, കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റലുകളുടെ ഊർജം എന്ത് ചെയ്യുകയാണ്? കൂടുകയാണ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് കിട്ടിയല്ലോ, തെറ്റിക്കത്തില്ലല്ലോ? ഇല്ല. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് കുറേ പേർക്ക് എക്സാം ഹോളിൽ പോകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുക? കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കാം. അതുകൊണ്ട് ഓർത്തോണം, ഊർജം കൂടിയ ഓർബിറ്റലിൽ നിന്നും ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജം പുറത്തേക്ക് പോകുന്നു. ഓക്കെ ആണ്? യെസ്. അടുത്തത് ഞാനിങ്ങനെ ഓർത്ത് വെച്ചു. ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജം പുറത്തേക്ക് പോകുന്നു. കണ്ടോ, ഞാൻ വരച്ച് വെച്ചേക്കുന്ന പോലെ ഒന്ന് ചിന്തിച്ച് വെച്ചാൽ മതി. ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുന്നു. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങോട്ടാണ് മാറുന്നത്. ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്ന് ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുക. അപ്പോൾ ഊർജം എന്ത് ചെയ്യും? പുറത്തേക്ക് പോകുന്നു. ഇനി തിരിച്ച് ഊർജം കുറഞ്ഞ ഓർബിറ്റിൽ നിന്നും ഊർജം കൂടിയ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജത്തെ ആഗീകരണം ചെയ്യുന്നു. ഇനി എന്താ പറഞ്ഞത്? ഊർജം കുറഞ്ഞ ഓർബിറ്റിൽ നിന്നും ഊർജം കൂടിയ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുവാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഊർജത്തെ ആഗീകരണം ചെയ്യുന്നു. ഊർജത്തെ എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു, ആഗീകരണം ചെയ്യുന്നു. കേട്ടോ, ആഗീരണം ചെയ്യുന്നു. ഓക്കെ, ഓർത്ത് വെച്ചേക്കാം. ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജത്തെ പുറത്തേക്ക് വിടുകയാണ്. ഊർജം കുറഞ്ഞ ഓർബിറ്റിൽ നിന്നും ഊർജം കൂടിയ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജം ആഗിരണം ചെയ്യുന്നു. അപ്പം ഞാൻ കാര്യം പറയാം. നിങ്ങൾക്ക് 2 ജോലിയാണെന്ന് വിചാരിക്കാം. പെട്ടെന്ന് നിങ്ങൾക്ക് ആദ്യം കിട്ടിയത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയപ്പെടുന്ന ഒരു അസിസ്റ്റന്റ് പോസ്റ്റിൽ ജോലി കിട്ടി. അപ്പോൾ അസിസ്റ്റന്റ് പോസ്റ്റിൽ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് അങ്ങ് തിരുവനന്തപുരത്ത് പോയി ചെയ്യണമല്ലോ. അപ്പോൾ ജോലി ചെയ്യണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് LD ക്ലർക്കായിട്ട് ജോലി കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം അസിസ്റ്റന്റ് പോസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ സാലറി ഭയങ്കര കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് LD ക്ലർക്കിലോട്ട് മാറുകയാണ് നിങ്ങൾ ചെയ്തത്. അപ്പോൾ ഊർജ്ജം, അതായത് സാലറി കൂടിയ പോസ്റ്റിൽ നിന്നും സാലറി കുറഞ്ഞ പോസ്റ്റിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പൈസ ഒരുപാട് കുറഞ്ഞില്ലേടേ? നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഒരുപാട് അങ്ങ് പോയില്ലേ, കുറഞ്ഞില്ലേ? അങ്ങനെ ആലോചിച്ചാൽ മതി. ഊർജം കൂടിയ പോസ്റ്റിൽ നിന്നും ഊർജം കുറഞ്ഞ പോസ്റ്റിലേക്ക് നിങ്ങൾ ചാടിയപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കുറച്ചങ്ങ് കുറഞ്ഞു ഇല്ലേ? യെസ്. അപ്പോൾ ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോണിൻ്റെ ഊർജം എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നു. ഇനി നേരെ മറിച്ച് നിങ്ങളൊരു ക്ലർക്കായിരുന്നെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾക്കറിയാം ക്ലർക്കിൻ്റെ സാലറി. ക്ലർക്കിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? അസിസ്റ്റൻറ്റ് ഗ്രേഡിലോട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുകയാണ്. അസിസ്റ്റൻറ്റ് ഗ്രേഡിലോട്ട് ജോലി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും സാലറി കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റത്തില്ലേടെ? കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റും. കുറച്ച് ഊർജ്ജം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആഗിരണം ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും ആഗിരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങ് ആലോചിച്ച് വെച്ചാൽ ജീവിതത്തിൽ നിങ്ങൾ മറക്കില്ല. ഓക്കെ, കാരണം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ക്ലർക്കൽ പോസ്റ്റ് അസിസ്റ്റൻറ്റ് പോസ്റ്റിനും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാം, സ്വാഭാവികമായിട്ടും അറിയാം. അപ്പോൾ അതങ്ങ് മനസ്സിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഹോളിൽ പോകുമ്പോൾ ഇനി ഏതാ പുറത്തേക്ക് പോകുന്നത്, ഏതാണ് ആഗിരണം ചെയ്യുന്നത് ഡൗട്ട് വരില്ല. ക്ലിയർ ആണ്? അപ്പോൾ ഇതങ്ങ് പഠിച്ചു വെച്ചേക്കണേ. യെസ്. ഇനി ഒരു പോയിന്റ് കൂടി ഉണ്ട്, ലാസ്റ്റ് പോയിന്റ്. ആ പേരിടൽ ചടങ്ങാം. പേരിടുക എന്താണ്? ഓർബിറ്റലുകൾക്ക് 1, 2, 3, 4 എന്നിങ്ങനെ സംഖ്യകൾ നൽകി പേരിടാം. ഞാൻ അത് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി KLMNO എന്നിങ്ങനെ പേരുകൾ നൽകി പേരുകൾ സൂചിപ്പിക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു തന്നു? അത് നീൽസ് ബോർ പറഞ്ഞു. ഓക്കെ, 1, 2, 3, 4 എന്ന് പേര് കൊടുക്കാം. അത് താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി KLMNO എന്ന് ഷെല്ലുകൾക്ക് പേര് കൊടുക്കാമെന്നും കൂടി ആര് പഠിപ്പിച്ചു നമ്മളെ? നീൽസ് ബോർ മാതൃകയിൽ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോർ മാതൃകയിലെ പ്രധാന ആശയങ്ങളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. യെസ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് വരുന്ന മാർഗമൊന്നും തന്നെ എന്ത് ചെയ്യല്? കൊണ്ടുവന്ന് കളയല്. വളരെ ഈസിയാണ്. എന്തെങ്കിലും പഠിക്കാനുണ്ടോ? ഒന്നുമില്ല. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന മേഖലയാണിത്, അല്ലെ? മാർക്ക് കിട്ടുന്ന മേഖലയാണിത്. എസ്. ഒന്ന് മുന്നോട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം.
ഓക്കെ, അടുത്ത ഒരു എളുപ്പമുള്ള ചോദ്യമാണ്. ഒരു എന്താണ് വലിയ ക്വസ്റ്റിനും ഒരു ചെറിയ ക്വസ്റ്റിനും എന്ത് ലെവലിലാണ് അല്ലേ? നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അല്ലെ ചുവടെ തന്നിരിക്കുന്നവയിൽ ഉത്കൃഷ്ടവാതകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓക്കെ, ഇതും കേട്ടുവരിച്ചുള്ള ചോദ്യമാണ് അല്ലെ. ഉത്കൃഷ്ടവാതകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പോൾ ഉത്കൃഷ്ടവാതകങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാവുന്നവർക്ക് ഈ മേഖലയിൽ നിന്നുള്ള ചോദ്യം എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് എഴുതാൻ പറ്റും. അപ്പം നമുക്ക് വായിച്ചു നോക്കാം. ഓപ്ഷൻസ്: ആർഗൺ ഉണ്ട്, നിയോൺ ഉണ്ട്, ബോറോൺ ഉണ്ട്, ക്രിപ്റ്റോൺ ഉണ്ട്. എല്ലാം ഇൻ വരുന്ന ആൾക്കാരാണ് അല്ലെ. നോക്കിയാൽ ആർഗൺ, നിയോൺ, ബോറോൺ, ക്രിപ്റ്റൺ അല്ലെ. സംഭവം തീർച്ചയായിട്ടും അതെ. അപ്പൊ ആൻസറിലെത്തി കാണുമല്ലോ. സമയമൊന്നും അധികം വേണ്ട, പെട്ടെന്ന് ആൻസറിലെത്തി കാണുമെന്ന് കരുതുകയാണ്. ആൻസർ ഏതാ? നമ്മുടെ ഓപ്ഷൻ സി ആണ്. അവിടെ കൊടുത്തേക്കുന്ന ബോറോൺ ആണ്. ഞാൻ അവിടെ അടയാളപ്പെടുത്തിയില്ല അല്ലെ. ബോറോൺ ആണ്. ഏതാണ്? ബോറോൺ ആണ് ആൻസർ വരിക. അപ്പം നമ്മുടെ അലസവാതകങ്ങൾ ആരൊക്കെയാ? ഹീലിയം. ഇപ്പോൾ വായിച്ചോളൂ അല്ലെ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, എറഡോൺ, ഓർഗനസൺ എല്ലാവരെയും പരിചയമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ആര് വരുന്നില്ല? ബോറോൺ വരുന്നില്ല. അപ്പോൾ ബോറോൺ ആണ് ആൻസർ. നമുക്ക് നോക്കാം. പീരിയോഡിക് ടേബിൾ ഒന്ന് കണ്ടു നോക്കാം. പീരിയോഡിക് ടേബിൾ കാണാം. വേറൊരു പീരിയോഡിക് ടേബിൾ വന്നിരിക്കുകയാണ് അല്ലേ. പീരിയോഡിക് ടേബിളോട്ട് നോക്കിയേ. എവിടെയാണ് നോബൽ ഗ്യാസസിനെ കാണുക? അങ്ങേയറ്റത്ത് 18ാമത്തെ ഗ്രൂപ്പിലാണ് ആരുള്ളത്? നോബൽ ഗ്യാസസ് ഉള്ളത്. പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളുമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നിലവിൽ ഇവിടെ കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഈ കളറിൽ കാണുന്നതാണ് ഇത് നോബൽ ഗ്യാസസ് കേട്ടോ. ഇതുവരെ കെമിക്കൽ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ പറ്റാത്തവ ഏതാണ്ട് ഇങ്ങനെയുള്ളവയാണ്. പിന്നെ ഡയറ്റോമിക് ആയിട്ടുള്ളവ പച്ച കളറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ട്രാൻസിഷൻ മെറ്റൽസ് ആണ് ബ്ലൂ കളറിൽ കാണപ്പെടുന്നത്. ആക്നൈഡ് പിങ്ക് കളറിലുണ്ട്. ലാന്ത്രൈഡ് വയലറ്റ് കളറിൽ കാണുന്നു. ആൽക്കലി മെറ്റൽസ് ഓറഞ്ച് കളറ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഓറഞ്ച് കളറ്. ആൽക്കലി മെറ്റൽസ് ആണ് എന്ത് നമ്മുടെ റെഡ് കളറിൽ കാണുന്നത്. പോസ്റ്റ് ട്രാൻസിഷൻ മെറ്റൽസ് ആണ് ഈ കളറിൽ കാണപ്പെടുന്നത്. കളർ എനിക്കറിയില്ല കേട്ടോ. ഇത് എന്താണ്? മെറ്റലോയിഡ് കാണപ്പെടുന്ന കളറാണ് കേട്ടോ. മെറ്റലോയിഡ് കാണപ്പെടുന്ന കളർ. അപ്പോൾ ഓർത്ത് വെച്ചാണ് ടെലൂറിയത്തോടൊപ്പം പൊളോണിയം എന്താണ്? മെറ്റലോയിഡ് ആണ്. പിന്നെ നമുക്ക് അസ്റ്റാറ്റിൻ എന്തല്ല? മെറ്റലോയിഡ് അല്ല. PSCയുടെ ആൻസർ കീ പ്രകാരം അസ്റ്റാറ്റിൻ എന്തല്ല? മെറ്റലോയിഡ് അല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ PSC ചോദിച്ചിരുന്നു താഴെ തന്നിരിക്കുന്നതിൽ ഉപലോഹങ്ങൾ ഉൾപ്പെടാത്ത ഗ്രൂപ്പ് ഏതാണെന്ന്. അപ്പോൾ ആൻസർ കൊടുത്തത് ഹാലജൻ ആണ്. അതുകൊണ്ട് PSC ആൻസർ കീ പ്രകാരം നമ്മുടെ ഇതിലില്ല, ഹാലജനുകളിൽ ആരുടെ സാന്നിധ്യമില്ല? ഉപലോഹങ്ങളുടെ സാന്നിധ്യമില്ല. അത് PSC ആൻസർ കീ പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യം എന്തായിരുന്നു? അലസവാതകങ്ങൾ. അലസവാതകങ്ങൾ ആരൊക്കെയാണ് എന്ന് പറഞ്ഞേ? ദേണ്ട കിടക്കുന്ന ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റെഡോൺ, ഓർഗനസൺ. കണ്ടോ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റെഡോൺ, ഓർഗനസൺ. ഹാലജൻസ് ഒന്ന് പഠിച്ചു വെച്ചു. ആരൊക്കെയാ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെന്നിസിൻ. ഓക്കെ, ടെന്നിസിൻ എല്ലാവരും ഓർത്ത് വെച്ചിരിക്കണം. പുതിയ മൂലകങ്ങളായിട്ട് വന്നത് ദാണ്ടെ നിഹോണിയം ഉണ്ട്, മോസ്കോവിയം ഉണ്ട്, ടെന്നിസിൻ ഉണ്ട്, പിന്നെ ഉണ്ട് ഓർഗനസൺ. കേട്ടോ, ഇത്രയും പേര് ഓർത്ത് വെച്ചിരിക്കണം. പുതിയ മൂലകങ്ങളാണ് കേട്ടോ. അതിനിടയിൽ കിടക്കുന്ന രണ്ടുപേരും ഈ മൂലകങ്ങൾ വരുന്നതിനേക്കാൾ കുറച്ച് മുമ്പ് വന്നവരാണ്. ആരൊക്കെ എഴുതേണ്ടത്? നമ്മുടെ ഫ്ലവേറിയം, പിന്നെ ആരാണ്? ലിവർമോറിയം. ഫ്ലവേറിയവും ലിവർമോറിയം ഒക്കെ അതിന് തൊട്ട് മുമ്പ് വന്ന മൂലകങ്ങളാണ്. അവരെ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ എല്ലാവരെയും മറക്കല്. ലാന്ത്രോയിഡ്സ് എന്ന് പറയപ്പെടുന്ന 57 മുതൽ 71, ആക്നോയിഡ്സ് 89 മുതൽ 103 വരെയാണ്. ഇതെല്ലാം നമ്മൾ പീരിയോഡിക് ടേബിളിൽ നിന്ന് പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ ഇത് മുകളിൽ കണ്ടോ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. പീരിയോഡിക് ടേബിളിലെ എല്ലാ മൂലകങ്ങളും കാറ്റഗറി തിരിച്ചിവിടെ ഉണ്ട്. കാറ്റഗറിയിൽ PSCയുടെ വ്യത്യാസം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് വെച്ചോളാം. ക്ലിയർ ആണെന്ന് കരുതുന്നു. പോകാൻ മുന്നോട്ട് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം ഒരു ചേരുംപടി ചേർക്കലാണ്. ചേരുംപടി ചേർക്കാം. മാച്ച് ദ ഫോളോയിങ് തന്നിരിക്കുകയാണ്. മാച്ച് ദ ഫോളോയിങ് നന്നായിട്ട് മാച്ച് ചെയ്യുക. നന്നായിട്ട് അറിയാവുന്ന ഒരു മേഖലയാണ്. പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് മേഖലയാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടുള്ള മേഖലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? അഷ്ടക നിയമമുണ്ട്, പീരിയോഡിക് ടേബിളുണ്ട്, ആധുനിക പീരിയോഡിക് ടേബിളുണ്ട്, ത്രികങ്ങളുണ്ട്. ഓപ്ഷനിൽ കുറേ സയൻറ്റിസ്റ്റുകളാണ് തന്നേക്കുന്നത്. രണ്ടാം ഭാഗത്ത്, അതായത് കോളം ബിയിൽ ABCD ആയിട്ട് തന്നേക്കുന്ന 4 സയൻറ്റിസ്റ്റുകളാണ്. ഡോബറൈനറെ പരിചയമുണ്ട്, ന്യൂലാൻഡ്സിനെ പരിചയമുണ്ട്, മെൻലീഫിനെ പരിചയമുണ്ട്, മോസ്ലിയെ പരിചയമുണ്ട്. ഓക്കെ, ഓരോരുത്തരെയും നിങ്ങൾക്ക് ഒന്ന് ചേരുംപടി ചേർക്കാനുള്ള സമയമാണ്. പെട്ടെന്ന് ചേരുംപടി ചേർത്തോളുക. നമുക്ക് ചേർത്ത് കാണുമെന്ന വിശ്വാസത്തോടെ പോകാം. ഓപ്ഷൻസ് അപ്പുറത്തുണ്ട്. ഓപ്ഷൻസ് കൂടെ തരാം. ഇതേണ്ടേ പോസ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്ത് ഏതാ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഒന്നും കൂടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഓക്കെ, ഇത് നിങ്ങൾ കണ്ടുപിടിച്ച് കാണുമെന്ന് കരുതുകയാണ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ അഷ്ടക നിയമം. അഷ്ടക നിയമം ആരാ അവതരിപ്പിച്ചത്? നമ്മുടെ ന്യൂലാൻഡ്സ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് 1 എന്ന് പറയപ്പെടുന്നത് എത്രയിൽ വരും? 1B ആണ്. എല്ലാവർക്കും 1B ആണോ കിട്ടിയത്? യെസ്, അതെ. അടുത്ത പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിൾ ആരാ നിർമ്മിച്ചത്? പീരിയോഡിക് ടേബിൾ നിർമ്മിച്ചത് മെൻഡലീഫ് ആണ്. അപ്പോൾ 2 എന്ന് പറയപ്പെടുന്നത് ആരുടെയാണ്? SC, 2C ആണ്. അപ്പോൾ 1B വന്നു, 2C വന്നു. ഇനി ആരാ? ആധുനിക പീരിയോഡിക് ടേബിൾ. മൂന്നാമത് കൊടുത്തേക്കുന്ന ആധുനിക പീരിയോഡിക് ടേബിൾ ഹെൻറി മോസ്ലിയുടെയാണ്.
ഓക്കെ 3D ആണ്. 4 ത്രിക നിയമം ആരുടെയാണ്? 4 A വരണം. 4 A വരണം. 4 എന്താണ്? യെസ് 4 അവതരിപ്പിച്ച ആളുടെ പേര് ഡോബറൈനർ ആണ്. ത്രിക നിയമം ഡോബറൈനർ. അപ്പോൾ 1B 2C 3D 4A ആണ് കേട്ടോ. 1B 2C 4 കണ്ടോ 1B 2C 3D 4A അത് നടപ്പുണ്ട്. ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ എ. മറക്കത്തില്ലല്ലോ. അപ്പോൾ ഓപ്ഷൻ എയിൽ നിന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഉത്തരം എ ആണ്. മറക്കില്ല കേട്ടോ, ഉത്തരം എ ആണ്, മറന്നു പോകാൻ പാടില്ല. യെസ് നമുക്ക് നോക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. യെസ് അടുത്ത ക്വസ്റ്റ്യനും ഇത് പാഠപുസ്തകമാണ്, പക്ക പാഠപുസ്തകമാണ്. ഇവിടെ ഉത്തരമൊന്നുമില്ല, ഞാൻ ഉത്തരം എക്സ്പ്ലെയിൻ ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായും നമ്മുടെ പാഠപുസ്തകത്തിൽ കുറച്ച് സയൻറ്റിസ്റ്റുകളെ കൊടുത്തേക്കുവാണ്. ഡോബറൈനർ, ലാവോസിയർ, മെൻഡലീഫ്, ന്യൂലാൻഡ്സ്, മെൻഡലീഫ്. എന്നിട്ട് പറഞ്ഞേക്കുന്നത് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളും ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെയും ഉചിതമായി ജോഡി ചേർക്കുക. ഓക്കെ, ഇത് പുതിയ പുസ്തകമാണ്, പുതിയ പുസ്തകത്തിൽ ജോഡി ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, തന്നെത്താൻ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ഓൾറെഡി ഇതെല്ലാം പഠിച്ചു വെച്ചേക്കുന്നതാണ്, ഇതിനൊന്നും തന്നെ വിട്ടുപോയിട്ടില്ല, എല്ലാവരെയും വിശദമായിട്ട് പഠിച്ചതാണ്. പീരിയോഡിക് ടേബിൾ എന്ന ഭാഗം ഞാൻ വിശദമായിട്ട് പഠിപ്പിച്ചതും കൂടിയാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഓരോ സ്റ്റേറ്റ്മെന്റും വായിച്ച് അത് സയന്റിസ്റ്റുകൾക്ക് നമുക്ക് കൊടുത്തു നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ്. ഇവിടുത്തെ കീവേഡ് ഏതാണ്? അറ്റോമിക മാസ്. കീവേഡ് ഏതാണ്? അറ്റോമിക മാസ്. നമുക്കറിയാം തന്നിരിക്കുന്നത് എന്താണെന്നുള്ള കാര്യം മനസ്സിലായി കാണും. നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് പീരിയോഡിക് ലോ അല്ലെങ്കിൽ ആദ്യ ആവർത്തന നിയമമാണ് തന്നിരിക്കുന്നത്. അതിന്റെ പേര് ക്രമാവർത്തന നിയമം എന്നാണ് നമ്മൾ പഠിച്ചത്. ഓർമ്മയുണ്ടോ? ക്രമാവർത്തന നിയമം. അതിന്റെ ഡെഫിനേഷൻ എന്താണ്? മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ്. നമ്മൾ ഒറ്റ വാക്കിൽ എങ്ങനെ കണ്ടുപിടിച്ചു? അറ്റോമിക മാസ്. അറ്റോമിക മാസ് കണ്ടുപിടിച്ചാൽ അത് ആദ്യ ആവർത്തന നിയമമാണ്. അതേതാണ്? ആദ്യ ആവർത്തന നിയമമാണ്. അതിനെ ക്രമാവർത്തന നിയമം എന്ന് വിളിക്കുന്നു, ഫസ്റ്റ് പീരിയോഡിക് ലോ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണെന്ന് നമ്മളെ പഠിപ്പിച്ച ആളുടെ പേരെന്താണ്? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേര് മെൻഡലീഫ് എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെൻഡലീഫുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആണേ? യെസ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഇവിടുന്ന് ചോദ്യം ഇത് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ, കൊണ്ടാണ് ഞാൻ പുസ്തകത്തിന് ഇത് സ്ക്രീൻഷോട്ട് എടുത്തത്. അപ്പോൾ തീർച്ചയായും രണ്ടാമത്തെ വായിക്കാം. സമാന ഗുണമുള്ള 3 മൂലകങ്ങൾ അടങ്ങിയ ഗ്രൂപ്പുകളായി ത്രികങ്ങൾ തിരിച്ചു. ഓക്കെ, ഇവിടുത്തെ കീ പോയിന്റ് ഏതാണ്? ഒന്നെങ്കിൽ 3 മൂലകങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ ത്രികങ്ങൾ എന്നെടുക്കാം. ഓക്കെ, രണ്ടും കീ പോയിന്റ് തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ത്രികങ്ങൾ ബ്രാക്കറ്റിൽ ചിലപ്പോൾ ഇടത്തില്ല, PSC ശ്രദ്ധിച്ചു വെച്ചു. സമാന ഗുണമുള്ള 3 മൂലകങ്ങൾ അടങ്ങിയ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. ആ 3 മൂലകങ്ങൾ അടങ്ങിയ ഗ്രൂപ്പുകളെ അറിയപ്പെടുന്ന പേര് ത്രികങ്ങൾ അല്ലെങ്കിൽ ട്രയാഡ്സ് എന്നാണ്. ട്രയാഡ്സ് എന്ന് പറയുന്ന ആരുമായിട്ട് ബന്ധപ്പെട്ട വേർഡാണ്? തീർച്ചയായിട്ടും അത് ഡോബറൈനറുമായി ബന്ധപ്പെട്ട വേർഡാണ്. ആരുമായി ബന്ധപ്പെട്ട വേർഡാണ്? ഡോബറൈനർ. ഡോബറൈനർ മൂലകങ്ങളെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാന ഗുണത്തിന്റെയും അറ്റോമിക മാസിന്റെയും അടിസ്ഥാനത്തിൽ, സമാന ഗുണത്തിന്റെയും അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ 3 വീതം മൂലകങ്ങൾ അടങ്ങുന്ന ചെറു ഗ്രൂപ്പുകൾ തിരിച്ചു. ആ ചെറു ഗ്രൂപ്പുകളെ വിളിച്ച പേരാണ് എന്ത്? ത്രികങ്ങൾ അല്ലെങ്കിൽ ട്രയാഡ്സ്. അപ്പൊ ട്രയാഡ്സ് കൊണ്ടുവന്ന ആളുടെ പേരെന്താണ്? ഡോബറൈനർ. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? ഡോബറൈനറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചു. ഓക്കെ, ലോകത്തിലെ ഇവിടുത്തെ കീ പോയിന്റ് ലോഹങ്ങൾ അലോഹങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് ലോകത്താദ്യമായിട്ട് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്ത ആരാണ്? ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആരുടെ ക്രെഡിറ്റ് ആണ്? യെസ്, ആധുനിക രസതന്ത്രത്തിന്റെ പിതാവായ ആര്? യെസ്, നമ്മുടെ ലാവോസിയറുടെ ക്രെഡിറ്റ് ആണ്. ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി ആരാണ്? ആന്റണിയോ ലാവോസിയർ ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മൂന്നാമത്തത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആന്റണിയോ ലാവോസിയർ. ഓക്കെ ആണ്. എന്നായിരുന്നു? ഫ്രഞ്ച് റവല്യൂഷൻ സമയത്ത്, ഓർമ്മയില്ലേ? യെസ്. അപ്പോൾ 1789 1789 മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ച ആളുടെ പേര്, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, അവരുടെ പേരിൽ അറിയപ്പെടുന്നത് ആന്റണിയോ ലാവോസിയർ. ആന്റണിയോ ലാവോസിയർ. ഗില്ലറ്റിനാൽ വധിക്കപ്പെട്ട രസതന്ത്രജ്ഞനാണ് ആര്? ആന്റണിയോ ലാവോസിയർ കേട്ടോ. ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയ ആരാണ്? ആന്റണിയോ ലാവോസിയർ ആണ്. ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്തത് നമുക്ക് 4ാമത്തെ പോയിന്റിലേക്ക് വരാം. 4ാമത്തെ പോയിന്റ്, മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ 8ാമത് വരുന്ന ഓരോ മൂലകവും ഗുണങ്ങളിൽ ആദ്യത്തേതിന്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തി.
നിങ്ങൾക്ക് പരിചയമുള്ള പേര് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. മൂലകങ്ങളെ, ഇനി ഒരാളെ ഉള്ളൂ ആൻസർ കിട്ടിയെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിൻ്റെ പേര് പറഞ്ഞുതരണേ. അതായത് മൂലകങ്ങളെ അറ്റോമിക മാസിൻ്റെ, ഇവിടെയൊക്കെ പോയിന്റ് ആണ് പഠിച്ചോണം, അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ 8ാമത് വരുന്ന മൂലകം. ഓക്കെയാണ്, 8ാമത് വരുന്ന മൂലകം. ഈ മൂലകം 8 മൂലകങ്ങളായി വെച്ചേക്കുന്നത്. 8ാമത് വരുന്ന മൂലകം എന്താണ്? ആദ്യത്തേതിൻ്റെ അതേ ഗുണം തന്നെ കാണിക്കുന്നു. ഓക്കെയാണ്. യെസ്, നമുക്ക് ഒന്ന് എഴുതി നോക്കാം. എങ്ങനെ വരും? സ രി ഗ മ പ ധ നി സ. ഓക്കെ, ആണ്ട് 1 2 3 4 5 6 7 സ്വരങ്ങൾ കണ്ടില്ലേടേ? 7 മൂലകങ്ങളെ അടുക്കി വെച്ചേക്കാം അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ എന്ന് വിചാരിക്കുക. ഓക്കെ, 8ാമത്തെ മൂലകത്തിന്റെ അതേ പ്രോപ്പർട്ടി തന്നെ ആദ്യത്തെ മൂലകത്തിനും. രണ്ടും സാ തന്നെയല്ലേ? അതേ രസതന്ത്രത്തിലെ സരിഗമ പദനിസ എന്നറിയപ്പെടുന്നു. രസതന്ത്രത്തിലെ സപ്തസ്വര നിയമം എന്നറിയപ്പെടുന്നു. ഏതാണ് ഈ നിയമം? നമ്മുടെ ന്യൂലാൻഡ്സ് കൊണ്ടുവന്ന നിയമമാണ്. ഏതാണ് ആ നിയമം? തീർച്ചയായിട്ടും ആ നിയമത്തിന്റെ പേര് പറ. അഷ്ടക നിയമം, ലോ ഓഫ് ഒക്ടേവ്സ്. അഷ്ടക നിയമം, ലോ ഓഫ് ഒക്ടേവ്സ്. പഴയ പുസ്തകത്തിനകത്ത് അഷ്ടമ നിയമം എന്നായിരുന്നു, പുതിയ പുസ്തകത്തിനകത്ത് അഷ്ടക നിയമം എന്നാണ് കേട്ടോ. അഷ്ടക നിയമം, ലോ ഓഫ് ഒക്ടേവ്സ് കൊണ്ടുവന്ന ആളാണ് ആര്? ന്യൂലാൻഡ്സ്. അപ്പോൾ നിയമം കൂടി ഇവിടെ തന്നിട്ടുണ്ട്. വ്യക്തമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചിരിക്കുക. അപ്പം 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട സയന്റിസ്റ്റുകൾ. PS നോക്കുമ്പോൾ ശരിയാണല്ലോ, ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാമല്ലോ. തീർച്ചയായിട്ടും 4 സ്റ്റേറ്റ്മെന്റുകളുണ്ട്. നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കുമ്പോൾ എന്താണ് 4 സയന്റിസ്റ്റുകളുടെ പേര് ഓപ്ഷനും ഉണ്ട്. അപ്പോൾ എയും ബിയും കോളം വരച്ചും കൂടി തരുന്നു. ഫോളോയിങ് ചെയ്യാൻ ചോദിക്കുന്നു. ഈസി ആയില്ലേ? SPSC കാര്യങ്ങൾ വളരെ ഈസിയാണ്. പക്ഷെ നമുക്ക് അവിടെ മാർഗം നഷ്ടപ്പെടാൻ പാടില്ല. അപ്പം ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് മുമ്പേ കണ്ട ചോദ്യവുമായിട്ട് റിലേറ്റ് ചെയ്ത് പുസ്തകത്തിൽ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം എടുത്തത്. അപ്പം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. അടുത്തത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ആസിഡ് എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയാലോ. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡിയെ കണ്ടുപിടിക്കാനാണ്. തെറ്റായ ജോഡിയെ കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ വിനാഗിരി അസെറ്റിക് ആസിഡ്. വിനാഗിരിയിൽ ഏതാ? അസെറ്റിക് ആസിഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ ബിയിൽ നാരങ്ങ സിട്രിക് ആസിഡ്. നാരങ്ങ ഏതാണ്? സിട്രിക് ആസിഡ്. അടുത്ത ആപ്പിൾ മാലിക് ആസിഡ്. ആപ്പിൾ മാലിക് ആസിഡ്. ഓപ്ഷൻ ഡിയിൽ പുളി ഓക്സാലിക് ആസിഡ്. അപ്പൊ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ തെറ്റായതാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലാക്കേണ്ട കീ പോയിന്റ് തെറ്റായതെന്നാണ്. അപ്പൊ തെറ്റായത് നോക്കി കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഓപ്ഷനിലേക്ക് വരാം. ഓപ്ഷനിലേക്കല്ല, ആൻസറിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ച് കാണുമെന്ന് കരുതുകയാണ്. വായിച്ച് നോക്കാം. നമുക്ക് വിനാഗിരിയിൽ അസെറ്റിക് ആസിഡ് ആണ്. തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലുള്ള വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അസെറ്റിക് ആസിഡ് ആണ്. അസെറ്റിക് ആസിഡിന്റെ വേറൊരു പേരെന്തായിരുന്നു? എഥനോയിക് ആസിഡ്. വേറൊരു പേരെന്താ? എഥനോയിക് ആസിഡ് എന്നാണ്. അതായത് നമ്മുടെ വിനാഗിരിയിൽ ഒരു 3 മുതൽ 7% വരെ ആരുടെ സാന്നിധ്യമുണ്ട്? അസെറ്റിക് ആസിഡിന്റെ സാന്നിധ്യമുണ്ട്. 3 മുതൽ 7% വരെ അസെറ്റിക് ആസിഡ് അടങ്ങിയതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വിനാഗിരി എന്ന് പറയുന്നത്. അടുത്തയാണ് നാരങ്ങ. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ്. അതും ശരി തന്നെയാണ്. നാരങ്ങയിൽ മാത്രമല്ല, ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന ആസിഡും ഏത് തന്നെയാണ്? സിട്രിക് ആസിഡ് തന്നെയാണ്. ഇനി അടുത്ത ആപ്പിളാണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് തന്നെയാ? മാലിക് ആസിഡ് ആണ്. ഇത് 3ഉം ശരിയാണ്. അപ്പോൾ വിനാഗിരിയിൽ അസെറ്റിക് ആസിഡ് ആണ്, നാരങ്ങയിലും ഓറഞ്ചിലും സിട്രിക് ആസിഡ് ആണ്, ആപ്പിളിൽ ഏതാണ്? മാലിക് ആസിഡ് ആണ്. അപ്പോൾ ആൻസർ എവിടെയാണ് തെറ്റിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഡിയിലേക്കൊന്ന് വരാം. ഡി, പുളിയിലെ ആസിഡ് ഓക്സാലിക് ആസിഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞു, പുളിയിലെ ആസിഡ് ഏതാണ്? പുളിയിലെ ആസിഡ് ടാർട്ടാറിക് ആസിഡ് ആണ്. ഏതാണ്? ടാർട്ടാറിക് ആസിഡ്. പുളിയിൽ മാത്രമേ ഉള്ളൂ? അല്ല, പുളിയിലുണ്ട്, മുന്തിരിയിലുണ്ട്. പുളിയിലും മുന്തിരിയിലും കാണപ്പെടുന്ന ആസിഡ്, ഈന്തപ്പഴത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഒക്കെ ഏതാണ്? ടാർട്ടാറിക് ആസിഡ് ആണ്. ഇനി ഓപ്ഷനിൽ നമുക്ക് വന്നേക്കുന്ന ഒന്നായിരുന്നു ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഓർമ്മ വരും? തീർച്ചയായിട്ടും ഏത്തക്ക അല്ലെങ്കിൽ ഏത്തപ്പഴം, ബനാന. ഏത്തക്കയിൽ കാണപ്പെടുന്ന ആസിഡാണ് ഏത്? ഓക്സാലിക് ആസിഡ്. തക്കാളിയിൽ, ഉള്ളിയിൽ കാണപ്പെടുന്ന ആസിഡാണ് ഇത്? ഓക്സാലിക് ആസിഡ്. തക്കാളിയിൽ കാണപ്പെടുന്നുണ്ട്, ഉള്ളിയിലും ഒക്കെ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? ഓക്സാലിക് ആസിഡ് ആണ്. മറന്നു പോവല്. പിന്നെ അവിടെ പച്ചക്കറികൾ എടുക്കുകയാണെങ്കിൽ അവയിൽ ചേന, ചേമ്പ്, കാച്ചിൽ എല്ലാവരെയും പരിചയമുണ്ടല്ലേ? ചേനയിലും ചേമ്പിലും കാച്ചിലും ഒക്കെ കാണപ്പെടുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ് ആണ്. ഈ ചേന, ചേമ്പ്, കാച്ചിൽ ഇവർ 3 പേരെ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്ത് വരാറുണ്ട്? ചൊറിയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ ചൊറിയാൻ കാരണം ആരാന്ന് ചോദിച്ചാൽ അവയിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം ഓക്സലേറ്റിന്റെ സാന്നിധ്യമാണ്.
ആരുടെ സാന്നിധ്യമാണ്? കാൽഷ്യം ഓക്സലേറ്റിന്റെ സാന്നിധ്യമാണ്. അപ്പൊ അവയിൽ ആസിഡും പഠിക്കാൻ എളുപ്പമാണ്. ഏതാണ്? ഓക്സാലിക് ആസിഡ്. അപ്പൊ ചേന, ചേമ്പ്, കാച്ചിൽ എന്നിവ ചൊറിയാൻ കാരണമായിട്ടുള്ള രാസപദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ കാൽഷ്യം ഓക്സലേറ്റ് ആണ്. ഈ കാൽഷ്യം ഓക്സലേറ്റിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കുക. നമുക്കറിയാം കിഡ്നി സ്റ്റോൺ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഈ കിഡ്നി സ്റ്റോൺ എന്ന് പറയപ്പെടുന്നത് എന്ത് തന്നെയാണ്? ആ കിഡ്നി സ്റ്റോൺ കെമിക്കലി എന്താണെന്ന് ചോദിച്ചാൽ അത് കാൽഷ്യം ഓക്സലേറ്റ് ആണ്. എന്താണ്? കാൽഷ്യം ഓക്സലേറ്റ് ആണ്. ഇനി നമുക്ക് പാഠപുസ്തകത്തിലേക്ക് ഒന്ന് പോകാം. ആ ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങൾ ആസിഡുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഇത്രയും ഭാഗമാണ് പുതിയ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം. ആദ്യം നെല്ലിക്കയെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അധിക വായനയ്ക്കെന്നും പറഞ്ഞാണ് പാഠപുസ്തകത്തിൽ ഈ ഭാഗം കൊടുത്തിരിക്കുന്നത്. നെല്ലിക്കയിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. എന്തടങ്ങിയിട്ടുണ്ട്? വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഈ വിറ്റാമിൻ സി എന്ന് പറഞ്ഞാൽ ഒരു ആസിഡ് ആണ്. വിറ്റാമിൻ സി എന്ന് പറഞ്ഞാൽ ഏത് ആസിഡ്? അസ്കോർബിക് ആസിഡ് ആണ്. കണ്ടോ കൊടുത്തിരിക്കുന്നത്? വിറ്റാമിൻ സി എന്നത് അസ്കോർബിക് ആസിഡ് ആണ്. നമുക്കറിയാം എല്ലാ ആസിഡുകളുടെയും രുചി എന്താണെന്ന് ചോദിച്ചാൽ പുളി രുചിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നെല്ലിക്കയ്ക്ക് ഒരു പുളി രുചി നൽകുന്ന ആരായിരിക്കും? അതിൽ അടങ്ങിയിരിക്കുന്ന അസ്കോർബിക് ആസിഡ് ആണ്. അതായത് വിറ്റാമിൻ സി എന്നത് അസ്കോർബിക് ആസിഡ് ആണ്. ഇതിൻ്റെ സാന്നിധ്യമാണ് നെല്ലിക്കയ്ക്ക് പുളി രുചി നൽകുന്നത്. അപ്പം നെല്ലിക്കയ്ക്ക് പുളി രുചി നൽകുന്ന എന്തിൻ്റെ സാന്നിധ്യമാണെന്ന് ചോദിച്ചാൽ അസ്കോർബിക് ആസിഡിൻ്റെ സാന്നിധ്യമാണ്. അസ്കോർബിക് ആസിഡിനെ അറിയപ്പെടുന്ന പേര് വിറ്റാമിൻ സി എന്നാണ്. വിറ്റാമിൻ സി ആണ് ഇത് അസ്കോർബിക് ആസിഡ്. ഈ ചോദ്യം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഈ ടേബിളിൽ നിന്നാണ് നമ്മളോട് PSC ചോദിച്ചിരിക്കുന്നത്. ഈ ടേബിൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമായിട്ട് തൈര്, മോര്. തൈരാണെങ്കിലും മോരാണെങ്കിലും ഏത് പാലുൽപ്പന്നം ചോദിച്ചാലും അവയിലെ ആസിഡ്, പാലെന്ന് ചോദിച്ചാലോ എല്ലാം ഏത് ആസിഡായിരിക്കും? ലാക്റ്റിക് ആസിഡ് ആണ്. പാലുൽപ്പന്നങ്ങളിലെ ആസിഡ് ചോദിച്ചാൽ ഏത് വേണം പറയാൻ? ലാക്റ്റിക് ആസിഡ്. അപ്പം മോര്, തൈര് എന്നോ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഓപ്ഷനിൽ വീഴാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. മോര്, തൈര് എന്നിവയിലെ ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. ഇനി അടുത്ത വിനാഗിരി. കണ്ടോ നമ്മുടെ ചോദ്യത്തിലുണ്ടായിരുന്നു വിനാഗിരി. വിനാഗിരിയിലെ ആസിഡ് ഏതാ? അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് വേറെ പേര് എഥനോയിക് ആസിഡ്. നാരങ്ങ ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ. യെസ്, നാരങ്ങയിലെ ആസിഡ് ഏതാണ്? യെസ്, നമ്മുടെ സിട്രിക് ആസിഡ് ആണ്. ചോദ്യം വന്ന വഴി കണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നാരങ്ങയിലെ ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ് ആണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, ഓറഞ്ചിലെ ആസിഡും ഏതാ? സിട്രിക് ആസിഡ് ആണ്. വാളൻപുളി, അതാണ് നമുക്ക് പുളിയായിട്ട് കൊടുത്തത്. വാളൻപുളിയിലെ ആസിഡ് ശരിക്കും പറഞ്ഞാൽ ഏതാണ്? എന്താ നോക്കുക, ടാർട്ടാറിക് ആസിഡ് ആണ്. ടാർട്ടാറിക് ആസിഡ് ആണ്. അപ്പോൾ ഓപ്ഷനിൽ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. പുളിയിലെ ആസിഡ് ഏതാണ്? ടാർട്ടാറിക് ആസിഡ്. ദേ ആപ്പിൾ കിടക്കുന്നു. ആപ്പിളിലെ ആസിഡ് ഏതാ? മാലിക് ആസിഡ്. കണ്ടോ, ഈ ഒരു ടേബിളിൽ നിന്നാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഒരാളെ ഒഴിവാക്കി ബാക്കി 4 പേരാണ് ഉൾപ്പെടുത്തിയിരുന്നത്. കണ്ടോ, അപ്പോൾ ആപ്പിളിലെ ആസിഡ് ഏതാണ്? മാലിക് ആസിഡ് ആണ്. നോക്കിയേ, നെല്ലിക്ക. നെല്ലിക്കയിലെ ആസിഡ് ഓൾറെഡി നമ്മൾ പഠിച്ചു. ഏതാണ്? അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ് എന്ന് വെച്ചാൽ വിറ്റാമിൻ ഏതാണ്? സി ആണ്. വിറ്റാമിൻ സി ആണ്. ദെൻ തക്കാളി, ഇതാണ് കിടക്കുന്നു. തക്കാളിയിലെ ആസിഡ് ഏതാണ്? ഓക്സാലിക് ആസിഡ്. PSCക്ക് എന്ത് എളുപ്പമാണ്, കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. എല്ലാം കണ്ടോ, ഓക്സാലിക് ഇവിടുന്ന് ഈ ടാർട്ടാറിക് ആസിഡിനെ മാറ്റി ആ ഭാഗത്തോട്ട് ആരെ കൊണ്ടുവന്നിട്ട് ഓക്സാലിക് ആസിഡിനെ ഇട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഈസിയായ കാര്യം, ഒരു ടേബിളിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുക, പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഈ ടേബിള് നന്നായി പഠിക്കുക. ആദ്യമായി പഠിക്കുന്നവർ നന്നായി പഠിക്കുക. അല്ലാത്തവർ എന്ത് ചെയ്യുക, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പോകുക, ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ ഇത്രയും ഓർക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. യെസ്, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റിനാണ് താണ്ടെ, പ്രവർത്തനക്ഷമത കൂടുന്നതിനായി ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം ഏത്? ഓക്കെ, പാഠപുസ്തകത്തിൽ നിന്നുള്ള മറ്റൊരു ചോദ്യമാണ്. പ്രവർത്തനക്ഷമത കൂടുന്നതിനായിട്ട് ടയറുകളിൽ നിറയ്ക്കുന്ന വാതകം ഏത്? നിങ്ങൾ റോഡിൽ കൂടിയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആ വാതകത്തിന്റെ പേര് എഴുതിച്ചിട്ട് കൊടുത്തിരിക്കുന്നതാണ് അല്ലേ. ഫില്ലിംഗ് എന്നൊക്കെ പറഞ്ഞു, അലൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞു, എവിടെയൊക്കെയോ വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. സോ അങ്ങോട്ട് ആലോചിച്ച് മനസ്സിലേക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. നോക്കാം, ഓക്സിജൻ, ഹൈഡ്രജൻ, ക്ലോറിൻ, നൈട്രജൻ എല്ലാവരും ഉണ്ട് ആൻസറിൽ. യെസ്, ആരായിരിക്കും ആൻസർ ആയിട്ട് വരിക? യെസ്, കിട്ടിയ നിങ്ങൾക്ക് എന്താണോ കിട്ടിയത് തന്നെയാണ് ആൻസർ. നൈട്രജൻ. എല്ലാവർക്കും ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നൈട്രജൻ. എല്ലാവർക്കും ആൻസർ കിട്ടിയില്ലേ? യെസ്, കിട്ടി കാണുമെന്ന് കരുതുന്നു. അപ്പം നൈട്രജൻ, നമുക്ക് നൈട്രജനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പുസ്തകത്തിൽ നോക്കിയാലോ. യെസ്, നോക്കാം. പുതിയ പുസ്തകമാണ്. പുതിയ പുസ്തകത്തിൽ നൈട്രജനെ പറ്റി എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഇഷ്ടം പോലെ കാര്യമുണ്ട് അല്ലേ. നൈട്രജൻ പീരിയോഡിക് ടേബിളിൽ എത്രാമത് കാണപ്പെടുന്ന മൂലകമാണ്? അവിടെ തുടങ്ങാം നമുക്കല്ലേ. നൈട്രജൻ പീരിയോഡിക് ടേബിളിൽ എത്ര? എസ്, നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്, മാസ് നമ്പർ 14 ആണ്. അറിയാം, നൈട്രജൻ N ആണ് സിമ്പല്. എന്താണ്, 7ആണ് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ എത്രയാണ്? 14 ആണെന്ന് നമുക്കറിയാം. നൈട്രജൻ കണ്ടെത്തിയാളുടെ പേരെന്താ? ഡാനിയൽ റൂദർഫോർഡ്. അത് പറഞ്ഞപ്പോൾ ഞാൻ മുകളിലോട്ട് നോക്കിയില്ലേ, എന്തിനായിരിക്കണം? യെസ്, അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നു. ആരെ? നൈട്രജനെ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് നൈട്രജൻ. എത്ര ശതമാനമുണ്ട്? 78% നൈട്രജൻ ആണ്. ഓക്കെ, രണ്ടാം സ്ഥാനത്ത് ആരാ? ഓക്സിജൻ. എത്ര ശതമാനം? 21% അല്ലെങ്കിൽ 20.95%. മൂന്നാം സ്ഥാനത്ത് ആരാ?
അന്തരീക്ഷത്തിൽ 3-ാം സ്ഥാനത്ത് ആരാ? ആർഗൺ. എത്രയുണ്ട്? 0.93%. 4-ാം സ്ഥാനം ആരാ? കാർബൺ ഡൈ ഓക്സൈഡ്. എത്രയുണ്ട്? 0.04%. ചില പുസ്തകങ്ങൾ 0.3 കൊടുത്തേക്കുന്നത്. 0.3 0.4 ഒക്കെ വന്നാൽ ഓപ്ഷൻ ശരി തന്നെയാണ്. ഓർത്ത് വെച്ചേക്കാം. ഇത്രയുമാണ് നമ്മുടെ അന്തരീക്ഷത്തിലെ പ്രധാനപ്പെട്ട വാതകങ്ങൾ. നൈട്രജനാണ് 1-ാം സ്ഥാനം, 2-ാമത് ഓക്സിജൻ ആണ്, 3-ാമത് ആർഗൺ ആണ്, 4-ാമത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. NOAC എന്ന് പഠിച്ചു വെച്ചു കേട്ടോ. NOAC, NOAC. അന്തരീക്ഷത്തിൽ NOAC. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചോ. അപ്പോൾ നമുക്ക് നൈട്രജന്റെ കാര്യങ്ങൾ പുസ്തകത്തിൽ കൊടുത്തേക്കുന്നത് വായിച്ചാലോ? നോക്കാം. അപ്പോൾ നൈട്രജന്റെ ഭൗതിക ഗുണങ്ങളെ കുറിച്ചാണ് കൊടുത്തേക്കുന്നത്. നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ്. നൈട്രജന് പ്രത്യേകിച്ച് നിറമുണ്ടോ? ഇല്ല. മണമുണ്ടോ? ഇല്ല. അന്തരീക്ഷത്തോട് നോക്കിയാൽ നമുക്കറിയാം നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ്. ഇനി ജലത്തിൽ എങ്ങനെയാണ് ലയിക്കൂ? ജലത്തിൽ വളരെ കുറച്ച് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ലയിക്കുന്നുള്ളൂ. ഓർത്ത് വെച്ചേക്കാം. ജലത്തിൽ വളരെ കുറച്ച് മാത്രം ലയിക്കുന്ന ഒരാളാണ് ആര്? നൈട്രജൻ എന്ന് പറയപ്പെടുന്നത്. ഓർത്തേക്കണേ. അപ്പൊ ജലത്തിൽ വളരെ കുറച്ച് മാത്രം ലയിക്കുന്നുള്ളൂ ആര്? നൈട്രജൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ദ്രവീകരിക്കാൻ വളരെ പ്രയാസമാണ്. നൈട്രജൻ എന്ന് പറയപ്പെടുന്നത് ഒന്ന് ലിക്വിഡാക്കി മാറ്റാൻ വളരെ പ്രയാസമുള്ള പ്രക്രിയയാണ്. പക്ഷെ ലിക്വിഡാക്കി മാറ്റിയാൽ നമുക്ക് പ്രയോജനമുണ്ട് കേട്ടോ. പക്ഷെ ലിക്വിഡാക്കി മാറ്റുക എന്നുള്ളത് ഏറ്റവും ടാസ്ക് പിടിച്ച ഒരു പരിപാടി തന്നെയാണ്. ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ദ്രവീകരിക്കാൻ വളരെ എന്താണ് പ്രയാസമുള്ള വാതകമാണ് ഇത് നൈട്രജൻ എന്ന് പറയപ്പെടുന്നത്. ഇനി അതിൻ്റെ ഉപയോഗങ്ങൾ വരാം. നൈട്രജൻ്റെ ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അമോണിയയുടെ സിമ്പൽ എന്താ? NH3 എന്നാണ്. അമോണിയയുടെ സിമ്പൽ എന്താണ്? NH3. ഈ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിനാണ് ആരെ ഉപയോഗിക്കുന്നത്? നമ്മുടെ നൈട്രജനെ ഉപയോഗിക്കുന്നത്. ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്തത് നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. നൈട്രജൻ വളങ്ങളില്ലേ? NPK വളങ്ങൾ എന്ന് കേട്ടുണ്ടോ? NPK വളങ്ങൾ. N ആരാ? നൈട്രജൻ. P ആരാ? ഫോസ്ഫറസ്. K ആരാ? പൊട്ടാസ്യം. NPK വളങ്ങൾ. അപ്പോൾ ആലോചിക്കാം, നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് ആര് ഉപയോഗിക്കുന്നുണ്ട്? നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ഇനി കണ്ടോ, ദ്രവീകരിച്ച നൈട്രജൻ ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നു. നമ്മുടെ റെഫ്രിജറേറ്ററുകളൊക്കെ ഇല്ലേടെ? റെഫ്രിജറേറ്ററുകൾ, AC തുടങ്ങിയവയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ആരെ? നൈട്രജൻ ഉണ്ടെങ്കിൽ, ദ്രവീകരിച്ച നൈട്രജൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ ദ്രവീകരിക്കാൻ ഭയങ്കര ലിക്വിഡ് ആക്കി മാറ്റാൻ ഇച്ചിരി പ്രയാസമാണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നല്ല ആളാണ്. അപ്പോൾ ദ്രവീകരിച്ച നൈട്രജൻ നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നു? ശീതീകാരിയായിട്ട് യൂസ് ചെയ്യുന്നു. അടുത്ത എന്താ? വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്നതിന്. ഇവിടെ നിന്നാണ് നമുക്ക് ചോദ്യം ചോദിച്ചത്. വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്നതിന് ആരെ യൂസ് ചെയ്യുന്നു? നൈട്രജനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിന്. എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഈ ജങ്ക് ഫുഡുകൾ കൂടുതലായിട്ട് വാങ്ങിക്കുന്നവർക്കറിയാം, ജങ്ക് ഫുഡുകൾ വാങ്ങിക്കുമ്പോൾ അവയിൽ പാക്കറ്റ് നിറച്ചിരിക്കുന്നതാണെങ്കിൽ പാക്കറ്റ് ഇങ്ങനെ വേർതിരിക്കും. ഓക്കെ, ചില കമ്പനികളുടെയൊക്കെ പേര് ഇപ്പോൾ മനസ്സിൽ വന്നില്ലേ? യെസ്, അതന്നെ. അതിങ്ങനെ വേർതിരിക്കില്ലേ? അതിന് താരെ ഫില്ല് ചെയ്തേക്കുന്നത്? നൈട്രജനെയാണ് ഫില്ല് ചെയ്തേക്കുന്നത്. നൈട്രജൻ നല്ലൊരു പ്രിസർവേറ്റീവ് ആണ്, ഫുഡ് പ്രിസർവേറ്റീവ് ആണ്. നല്ലൊരു ഭക്ഷ്യവസ്തുക്കൾ കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇത് നൈട്രജൻ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ നൈട്രജൻ എന്താ അവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നൈട്രജന് പകരം ആ ഭക്ഷണപദാർത്ഥത്തിൽ നമ്മൾ ഓക്സിജനെയാണ് ഫില്ല് ചെയ്യുന്നതെന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഭക്ഷണപദാർത്ഥം എന്ത് ചെയ്യും? പെട്ടെന്ന് ഓക്സിജനുമായിട്ട് കയറി റിയാക്ട് ചെയ്ത് അതങ്ങ് കേടായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഫുഡ് പോയിസണിങ്ങിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഭക്ഷ്യ വിഷബാധ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് വരാതിരിക്കാൻ വേണ്ടി ഓക്സിജന്റെ സാന്നിധ്യം ഇല്ലാതായി കഴിഞ്ഞാൽ അതിലാരെ നിറയ്ക്കാൻ സാധിക്കും? നല്ല പ്രിസർവേറ്റീവ് ആയിട്ടുള്ള നൈട്രജനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ഫുഡ് എന്ത് ചെയ്യത്തില്ല? കേടാവുകയില്ല. അതാണ് പറഞ്ഞേക്കുന്നത്. ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിലും ഭയങ്കര എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലൊക്കെ അല്ലേ ചെയ്യുന്നത്? അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി. ആഹാര പാക്കറ്റുകളിൽ ആരെയാണ് നമ്മൾ ഒഴിവാക്കാൻ പോകുന്നത്? ഓക്സിജനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പകരം ആരെ നിറയ്ക്കുന്നത്? നൈട്രജനെ നിറയ്ക്കുന്നത്. നൈട്രജനെ നിറച്ചു കഴിഞ്ഞാൽ ഇതാണ് ലാഭം. ഓക്കെ, ആഹാരം പെട്ടെന്ന് എന്ത് ചെയ്യത്തില്ല? സ്പോയിലായി പോവില്ല. ഓക്കെ, അപ്പോൾ അന്ന് ഓർത്ത് വെക്കുക. ഇതൊക്കെയാണ് നൈട്രജന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളും ഉപയോഗങ്ങളും ഒക്കെ. ഇവിടെ നിന്നാണ് ചോദ്യം വന്നത്. ചോദ്യം വന്ന മേഖല കണ്ടല്ലോ. യെസ്, എളുപ്പമാണ്. പുസ്തകത്തിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ വീണുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ചോദ്യം, അതിന് മുന്നേ നൈട്രജനുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അതിനുശേഷം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കുഴപ്പമില്ലല്ലോ? യെസ്, പോന്നു. വാഹനങ്ങളിൽ എയർ ബാഗ് വിടരുന്നതിന്റെ രസതന്ത്രം. ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാറുകളിൽ ആരുണ്ട്? എയർ ബാഗുകളുണ്ട്. ഭയങ്കരമായിട്ട് ശക്തമായിട്ട് ചെന്നിട്ട് സ്റ്റിയറിംഗിൽ നമ്മുടെ ചെസ്റ്റ് ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? നമ്മുടെ
ചെസ്റ്റ് മസിൽസ് ഒക്കെ ഒടിയാൻ, ചെസ്റ്റ് ബോൺസ് ഒക്കെ ഒടിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചെസ്റ്റ് മസിൽസ് ഒക്കെ ഒടയാനുള്ള ചാൻസ് ഉണ്ട്. ഹാർട്ടൊക്കെ അവിടെയാണ് അല്ലേ, ഹാർട്ട് ലങ്സിനൊക്കെ പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റിയറിങ്ങിൽ ഒരു സഡൻ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, പെട്ടെന്ന് ആരും ഉണ്ടാവും, ആ എയർ ബാഗ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ആ എയർ ബാഗ് ഓപ്പൺ ആയി വന്ന് നമ്മുടെ ചെസ്റ്റിനെ എന്ത് ചെയ്യാറുണ്ട്, സംരക്ഷിക്കാറുണ്ട്. അപ്പം നിങ്ങൾ ചിന്തിച്ചു കാണുമല്ലോ, ഈ സംഭവം നല്ല നന്നായിട്ട് നമ്മളെ സംരക്ഷിക്കുന്നുണ്ടല്ലോ, എന്തായിരിക്കും അതിൽ നിറച്ചിരിക്കുന്നതെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? യെസ്, അതിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിച്ചോളുക. വാഹനങ്ങളിൽ മുഴുവൻ ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചു കേട്ടോണേ. ഇവിടുന്ന് ഒരുപാട് ചോദ്യം വീഴാനുള്ള ചാൻസ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റുകൾ വീഴുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പുതിയ പുസ്തകമാണ്. അപ്പോൾ വാഹനങ്ങളിൽ സുരക്ഷയ്ക്കായി എയർ ബാഗുകൾ ഉപയോഗിക്കുന്നു, നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, ഉപയോഗിക്കുന്നു. അപകടം സംഭവിക്കുമ്പോൾ എയർ ബാഗുകൾ പൊടുന്നനെ വിടരുകയും ആഘാതത്തിൽ നിന്ന് ഡ്രൈവറെയും യാത്രികരെയും ഒരു പരിധിവരെ സംരക്ഷിക്കുകയും ചെയ്യും, ആണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. ഇപ്രകാരം എയർ ബാഗ് വിടരുന്നത് അവിടെ മുതൽ ശ്രദ്ധിക്കണം. സോഡിയം അസൈഡ്, പേര് പഠിച്ചേ, സോഡിയം അസൈഡ്, സോഡിയം അസൈഡ്, സോഡിയം അസൈഡ് എന്ന രാസപദാർത്ഥത്തിന്റെ വിഘടന രാസപ്രവർത്തനത്തിന് വിധേയമായി ഉണ്ടാകുന്ന നൈട്രജൻ വാതകം ആ ബാഗിൽ നിറയുന്നതുകൊണ്ടാണ് കേട്ടോ. നൈട്രജൻ നമ്മൾ രക്ഷിക്കാൻ വന്നില്ലേ? വന്നു. എങ്ങനെയാ വന്നേ? അല്ലേ തന്നെ നമ്മുടെ ഭൂമിയെ മുഴുവനായിട്ട് പുള്ളി രക്ഷിക്കുന്നുണ്ട് അല്ലേ. ഇവിടെയൊക്കെ ഭയങ്കരമായിട്ടും ഒരു സ്ഫോടനം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ, ഈ ലിറ്റിൽ ബോയും അതോടൊപ്പം തന്നെ ബാറ്റ്മാനും ഒക്കെ വന്ന് ഇവിടെ അണുസ്ഫോടനം ഉണ്ടായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരു പ്രശ്നവും സംഭവിച്ചില്ല. അത്ര ഉയരത്തിൽ വരെ തീയൊക്കെ പോയിട്ട് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ചിന്തിച്ചിട്ടില്ലേ? യെസ്, അതെ. പുള്ളി എന്ന് വെച്ചാൽ നൈട്രജൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ജ്വലനത്തെ നിയന്ത്രിക്കാനുള്ള കഴിവാർക്കുണ്ട്, നൈട്രജനുണ്ട്. ഇവിടുന്ന് നമ്മൾ എന്ത് തീ മുകളിലേക്ക് വിട്ടാലും അവിടെ ആര് നിയന്ത്രിച്ചോളും? നൈട്രജൻ നിയന്ത്രിച്ചോളും. കാരണം അന്തരീക്ഷം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നൈട്രജൻ. ഈ പറയുന്ന ജ്വലനത്തെ നിയന്ത്രിക്കാനുള്ള കഴിവാർക്കുണ്ട്, നൈട്രജനുണ്ട്. സത്യം പറഞ്ഞാൽ നൈട്രജൻ നമ്മളെ സംരക്ഷിക്കുകയല്ലേ ചെയ്യുന്നത്? അതെ, സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും സംരക്ഷിക്കാൻ വന്നിരിക്കുകയാണ്. എന്ത് സംഭവിക്കുന്നു? എയർ ബാഗ് വിടരുമ്പോൾ സോഡിയം അസൈഡ് എന്ന രാസപദാർത്ഥം അതിൽ നിറച്ചിട്ടുണ്ട്. അതിനെന്ത് ചെയ്യും? ആ സോഡിയം അസൈഡിന് ഡീകമ്പോസിഷൻ സംഭവിക്കും, വിഘടനം സംഭവിക്കും. വിഘടനം സംഭവിച്ചിട്ട് അതൊക്കെ സഡൻലി സംഭവിക്കുന്ന കാര്യമാണ്. വിഘടനം സംഭവിക്കുകയും അതിനകത്തുള്ളിൽ ആരങ്ങ് നടയും, വിഘടനം നടന്നിട്ട് അതിനകത്ത് നൈട്രജൻ അങ്ങ് നിറയും. അങ്ങനെ നൈട്രജനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സംരക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിറച്ചിരിക്കുന്ന വാതകം ചോദിച്ചാൽ ഏതാണ്? നിറച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സോഡിയം അസൈഡ് എന്ന കെമിക്കലാണ്. ആ സോഡിയം അസൈഡ് എന്താ സംഭവിക്കുന്നത്? വിഘടനം, ഡീകമ്പോസിഷൻ സംഭവിച്ചിട്ട് എന്തായിട്ട് മാറുകയാണ്? നൈട്രജൻ ഗ്യാസ് ആയിട്ട് മാറുകയാണ്. അതാണ്ട് ആ വിഘടന പ്രവർത്തനമാണ് കൊടുത്തിരിക്കുന്നത്. Na3 എന്ന് പറയുന്ന സോഡിയം അസൈഡ്. ഈ സോഡിയം അസൈഡ് വിഘടിക്കുന്നു, എന്നിട്ട് ആരായിട്ട് മാറുകയാണ്? സോഡിയവും നൈട്രജനുമായിട്ട് മാറുകയാണ്. ആ നൈട്രജൻ ഗ്യാസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സംരക്ഷിക്കുന്നത്. ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, സോഡിയം അസൈഡ് എന്ന രാസപദാർത്ഥത്തിന് വിഘടന രാസപ്രവർത്തനത്തിന് വിധേയമായി ഉണ്ടാകുന്ന നൈട്രജൻ വാതകം ബാഗിൽ നിറയുന്നതാണ് ഇവിടെ ഉണ്ടാകുന്ന രാസപ്രവർത്തനം. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പം നൈട്രജനാണ് നമ്മളെ രക്ഷിച്ചത്. ഇനി ഇവിടെ നടക്കുന്ന കാര്യങ്ങളും കൂടി എഴുതിയിട്ടുണ്ട്, എന്തൊക്കെയാണ് അവിടെ പെട്ടെന്ന് എന്താ സംഭവിക്കുന്നുള്ള കാര്യം. വാഹനത്തിന്റെ മുൻവശത്ത് കൂട്ടിയിടി തിരിച്ചറിയുന്നതിന് സെൻസറുകൾ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് സഡനായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്ന സെൻസറുകൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അറിയാൻ സാധിക്കും. കൂട്ടിയിടി നടക്കുമ്പോൾ സെൻസറുകൾ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഉപയോഗിച്ച് ചെറിയ അളവിലുള്ള ഒരു ഇഗ്നേറ്റർ സംയുക്തത്തെ പൊട്ടിത്തെറിപ്പിക്കുന്നു. ഓക്കെ, ശ്രദ്ധിച്ചു നോക്കുക ആ പോയിന്റ്. എന്താണ്? സെൻസറുകൾ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഉപയോഗിച്ച് ചെറിയ അളവിലുള്ള ഒരു ഇഗ്നൈറ്റർ സംയുക്തത്തെ പൊട്ടിത്തെറിപ്പിക്കുന്നു. ഈ ജ്വലനത്തിൽ നിന്നുള്ള താപം, ആ ഒരു ഇഗ്നൈറ്റർ ഉണ്ടല്ലോ, അതിൽ നിന്നുണ്ടാവുന്ന താപം എന്ത് ചെയ്യുന്നു? സോഡിയം അസൈഡിനെ വിഘടിപ്പിക്കുന്നു. വിഘടിപ്പിക്കാൻ വേണ്ടി അവിടെ എന്തെങ്കിലും വേണമല്ലോ, ചൂട് വേണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്നാണ് ആ ഇഗ്നൈറ്ററിൽ നിന്ന് കിട്ടുന്ന ആ താപം എന്ത് ചെയ്യുകയാണ്? സോഡിയം അസൈഡിനെ വിഘടിപ്പിച്ച് എയർ ബാഗിൽ നിറയ്ക്കാൻ ആവശ്യമായ നൈട്രജൻ വാതകം ഉണ്ടാക്കുന്നു. ഓക്കെ, ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, ഇത് സംഭവിക്കുന്നത് എത്ര സെക്കൻഡിലാണെന്നറിയാമോ? 0.03 സെക്കൻഡ് സമയം മാത്രമാണ് ഇതിന് വേണ്ടി വരുന്നത്. ആലോചിച്ച് നോക്കുക, 0.03 സെക്കൻഡ്. ഓക്കെ ആണ്, 0.03 സെക്കൻഡുകൾക്കുള്ളിൽ ഈ സംഭവം നടക്കും. ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് വീഴേ. അപ്പോൾ കാറിന്റെ എയർ ബാഗിനുള്ളിൽ സോഡിയം അസൈഡ് വാതകം നിറയുന്നത് എത്ര സെക്കൻഡുകൾക്കുള്ളിലാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 0.03 സെക്കൻഡുകൾക്കുള്ളിലാണ് നിറയുന്നതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നിന്ന് ഒത്തിരി ചോദ്യമുണ്ട്, നൈട്രജനുമായി ബന്ധപ്പെട്ടുള്ളതായതുകൊണ്ടാണ് പറഞ്ഞത്. ക്ലിയർ? യെസ്. അടുത്തേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പുതിയ മൂലകങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. റഷ്യയുടെ തലസ്ഥാനത്തിന്റെ പേര് ലഭിച്ച മൂലകം ഏത്? ഓക്കെ, ഇതിൽ നിന്ന് വേറൊരു ചോദ്യമാണ് PSC നമ്മളോട് ചോദിച്ചത്. ഈ ചോദ്യം ഞാൻ ടൈപ്പ് ചെയ്ത ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. റഷ്യയുടെ തലസ്ഥാനത്തിന്റെ പേര് ലഭിച്ച മൂലകം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഏതൊക്കെയാണ്? നമ്മുടെ TC ഉണ്ട്, MO ഉണ്ട്, MN ഉണ്ട്, MC ഉണ്ട്. ഓപ്ഷനിൽ തന്നേക്കുന്നവ എല്ലാവരും തന്നെ സിമ്പിളായിട്ടാണ് തന്നേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ആൻസറിലേക്ക് വരണം. ഏതാണ്? MC. നമ്മൾ മുമ്പേ മോസ്കോവിയം ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നോ? യെസ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കാം, മോസ്കോവിയമാണ് ആൻസർ ആയിട്ട് വരുന്നത്. റഷ്യയുടെ തലസ്ഥാനം മോസ്കോ ആണ്. മോസ്കോയുടെ പേരിൽ അറിയപ്പെടുന്ന മൂലകമാണ് ഇത്, മോസ്കോവിയം എന്ന് പറയുന്നത്.
പറയപ്പെടുന്നത്. മോസ്കോവിയത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നാണ് മോസ്കോവിയം എന്ന മൂലകത്തെ കണ്ടെത്തിയത്. മോസ്കോയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നാണ് മോസ്കോവിയം എന്ന മൂലകത്തെ നമ്മൾ തിരിച്ചറിഞ്ഞത്. യെസ്, അതുകൊണ്ടാണ് അതിന്റെ പേര് മോസ്കോവിയം എന്ന് ലഭിച്ചത്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഓപ്ഷൻ ഉത്തരം ഡി ആണ്. ഇനി നമുക്ക് പുതിയ മൂലകങ്ങളെ ഒന്ന് പരിചയപ്പെട്ടാലോ? യെസ്, പരിചയപ്പെടാം. ദാണ്ടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ്. ഈ പുതിയ മൂലകങ്ങളുടെ പേരും പ്രതീകവും UPSC നാമമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അറ്റോമിക് നമ്പർ ഉണ്ട്. അതിന് മുന്നേ മുകളിൽ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കേണ്ടതായിട്ടുണ്ട്. 2016 കണ്ടോ, ഇവിടെ ചോദ്യം ഉണ്ടായിരുന്നു PSCക്ക്. 2016 4 മൂലകങ്ങൾ കൂടി പീരിയോഡിക് ടേബിളിൽ ചേർക്കപ്പെട്ടു. ഈ മൂലകങ്ങളെ ഏത് പീരീഡിലാണ് ഉൾപ്പെടുത്തിയത്? 7ാം പീരീഡിൽ ഉൾപ്പെടുത്തി. 2 ചോദ്യങ്ങൾ കിട്ടിയില്ലേ? അപ്പോൾ ഓർത്ത് വെച്ചേ, 2016 പീരിയോഡിക് ടേബിളിലേക്ക് എത്തപ്പെട്ട മൂലകങ്ങളുടെ എണ്ണം 4. ആ 4 മൂലകങ്ങളെ ഏത് പീരീഡിലാണ് ചേർത്തത്? 7ാം പീരീഡിൽ. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നാൽ PSCക്ക് തിരിച്ചും മറിച്ചുകൂടാ, 7 മൂലകങ്ങളെ 4ാം പീരീഡിൽ നിന്ന് തീർക്കാം. പക്ഷെ അവിടെ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കുക, 4 മൂലകങ്ങളാണ് വന്നത്. 4 മൂലകങ്ങളെ 7ാം പീരീഡിലാണ് ചേർത്തതെന്ന് ഓർത്ത് വെച്ചേക്കാം. ആ 4 മൂലകങ്ങളുടെ പേര് പഠിക്കാം. 113ാമത്തെ മൂലകം NH എന്ന പേരിൽ അറിയപ്പെടുന്നു, നിഹോണിയം. NH, നിഹോണിയം. അടുത്തത് 115ാമത്തെ മൂലകം നമ്മളിപ്പോൾ പഠിച്ച മോസ്കോവിയം. അതിനെ മോസ്കോവിയം MC എന്നാണ് സിമ്പിൾ. ഇംഗ്ലീഷ് മലയാളത്തിലും പേരുണ്ട്, പഠിച്ചോളുക. അടുത്തയാണ് 117ാമത്തെ മൂലകം TS, ടെന്നിസിൻ എന്നാണ്, ടെന്നിസിൻ. ഓക്കെ. അടുത്തയാണ് 118ാമത്തെ മൂലകം OG എന്നാണ്, ഓർഗനൈസൺ എന്നാണ് അതിന്റെ പേര്. കണ്ടോ, സിമ്പിളും എല്ലാം ഉണ്ട്, ഓർഗനൈസൺ, OG. ഓക്കെ, 4 പേരും സിമ്പിളും കിട്ടിയില്ലേ? ശ്രദ്ധിച്ചു വെക്കുക. ഇനി അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. ആദ്യം നിഹോണിയത്തെ കുറിച്ചാണ്. നിഹോൺ എന്ന ജാപ്പനീസ് ഭാഷയിലുള്ള വാക്കിൽ നിന്നാണ് നിഹോണിയം എന്ന മൂലകത്തിന് പേര് ലഭിച്ചത്. അപ്പൊ നിഹോണിയം എന്ന മൂലകത്തിന് പേര് ലഭിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ്? നിഹോൺ എന്ന ജാപ്പനീസ് വാക്കിൽ നിന്നാണ്. ഈ നിഹോൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയാമോ? ജപ്പാൻ എന്നതിന് ജാപ്പനീസ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് നിഹോൺ. അതിന് ഉദയസൂര്യന്റെ നാട് എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അപ്പോ ഇന്ത്യക്ക് ഭാരതം എന്ന് പറയുന്ന പോലെ ജപ്പാന് മറ്റൊരു പേരുണ്ട്. എന്ത്? യെസ്, നിഹോൺ. അപ്പോൾ ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകമാണ് ഇത്? നിഹോണിയം. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകമാണ് ഇത്? നിഹോണിയം. ഏത് രാജ്യം? ജപ്പാൻ. അപ്പൊ നിഹോൺ എന്ന വാക്കിന്റെ അർത്ഥം ഉദയസൂര്യന്റെ നാട് എന്നൊരർത്ഥം കൂടിയുണ്ട്. അത് ഓർത്ത് വെച്ചോളൂ, ഉദയസൂര്യന്റെ നാട്. ഇനി മോസ്കോവിയത്തെ കുറിച്ച്. മോസ്കോവിയം എന്ന മൂലകത്തിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ പ്രധാനമായും നടന്നിരുന്നത് മോസ്കോയിലുള്ള ലാബുകളിലായിരുന്നു. അതുകൊണ്ടാണ് അതിന്റെ പേര് എന്ത് വന്നത്? മോസ്കോവിയം എന്ന് വന്നത്. റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയുടെ പേരിൽ അറിയപ്പെട്ടു. അതുകൊണ്ട് മോസ്കോവിയം ഓർത്ത് വെച്ചിരിക്കാം. അടുത്തത് ടെന്നിസി പ്രദേശത്തെ ലാബുകളിലെ പരീക്ഷണങ്ങളാണ് ടെന്നിസിൻ എന്ന മൂലകം. ടെന്നിസി പ്രദേശത്തെ ലാബുകളിലെ പരീക്ഷണങ്ങളാണ് ടെന്നിസിൻ എന്ന മൂലകത്തിന് ആ പേര് വന്നതിന്റെ അടിസ്ഥാനം. ടെന്നിസി എന്ന് പറയപ്പെടുന്ന അമേരിക്കയിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്തിന്റെ പേരിൽ നിന്നാണ് ആർക്ക് പേര് ലഭിച്ചത്? ടെന്നിസിൻ എന്ന മൂലകത്തിന് പേര് ലഭിച്ചത്. 2 കാര്യങ്ങളായില്ലേ? അടുത്തത്, ഈ 3 മൂലകങ്ങളുടെയും പേരുകൾ ഇവയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുടെ പേരിൽ നിന്നുമാണ് ലഭിച്ചത്. കണ്ടോ, 3 സ്ഥലങ്ങളുടെ പേരിൽ നിന്നാണ് ലഭിച്ചത്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന 2016 കണ്ടെത്തിയ മൂലകങ്ങളിൽ സ്ഥലങ്ങളുടെ പേരിൽ നിന്ന് പേര് ലഭിക്കാത്ത മൂലകം ഏത്, അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ പേരിൽ നിന്ന് പേര് ലഭിച്ച മൂലകങ്ങൾ ഏതൊക്കെ എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, വരികളിൽ നിന്ന് പഠിച്ചോളുക. അപ്പൊ തീർച്ചയായും 3 മൂലകങ്ങളാണ് എന്തിൽ നിന്ന് വന്നത്? സ്ഥലങ്ങളുടെ പേരിൽ നിന്ന് പേര് ലഭിച്ചത്. എന്നാൽ അടുത്ത ശ്രദ്ധിച്ചോണേ, ഓർഗനൈസൺ അല്ലെങ്കിൽ ഓർഗനൈസൺ എന്ന മൂലകത്തിന് പേര് നൽകിയത് പ്രൊഫസർ യൂറി ഓർഗനേഷ്യൻ എന്ന ന്യൂക്ലിയർ ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ്. ഓക്കെ, അപ്പോൾ യൂറി ഓർഗനേഷൻ എന്ന് പറയപ്പെടുന്ന സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ് ആർക്ക് പേര് ലഭിച്ചത്? ഓർഗനൈസൺ എന്ന് പറയപ്പെടുന്ന മൂലകത്തിന് പേര് ലഭിച്ചത്. ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുള്ള ബഹുമാനാർത്ഥ മൂലകങ്ങൾക്ക് പേര് നൽകുന്നതിന്റെ 2ാമത്തെ ഉദാഹരണമാണിത്. അപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ബഹുമാനപൂർവ്വം നമ്മൾ പേര് കൊടുക്കുന്നതിന് 2ാമത്തെ എക്സാമ്പിളാണ്. അപ്പൊ പീരിയോഡിക് ടേബിളിൽ 2 മൂലകങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടെ ബഹുമാനാർത്ഥം കൊടുത്തിട്ടുള്ളൂ എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഒന്ന് ഏതാണ്? ഓർഗനൈസൺ. അപ്പൊ നിങ്ങളുടെ മനസ്സ് എങ്ങോട്ട് പോയി? 2ാമത്തെ, അതായത് ആദ്യത്തെ ആൾ ആരായിരിക്കും? 2ാമത്തെ ആണല്ലോ ഓർഗനൈസൺ. അപ്പൊ തീർച്ചയായും 2ാമത്തെ ആരെന്നല്ലേ ചിന്തിച്ചേ? യെസ് ആണ്. ആദ്യമായി ആരെന്നല്ലേ ചിന്തിച്ചേ? ആദ്യമായി ഇപ്രകാരം പേര് നൽകിയത് അറ്റോമിക് നമ്പർ 106 ആയ സീബോർഗിയം. 106 SG എന്നാണ് സിമ്പല്. സീബോർഗിയം.
ഓക്കെ, ഓർത്ത് വെച്ചോണേ. 106 സീബോർഗിയം എന്ന മൂലകത്തിനായിരുന്നു. ആരാണ് ആ സയന്റിസ്റ്റ്? ഗ്ലൈൻ സീബോർഗ് എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനുള്ള ബഹുമാന സൂചകമായിട്ടാണ് ഈ പേര് നൽകിയത്. അപ്പോൾ ഓർത്ത് വെച്ചോണേ, ഗ്ലൈൻ സീബോർഗ് എന്ന് പറയപ്പെടുന്ന സയന്റിസ്റ്റിന്റെ പേരിൽ സീബോർഗിയം എന്ന മൂലകമുണ്ട്. അതിന്റെ അറ്റോമിക് നമ്പർ 106 ആണ്. Sg എന്നാണ് സിമ്പല്. അപ്പോൾ അതിന് ആ പേര് ലഭിക്കാൻ കാരണം, ആ പേര് കൊടുത്തത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടെ പേര് ലഭിച്ച എത്ര മൂലകങ്ങൾ പീരിയോഡിക് ടേബിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 2 മൂലകങ്ങൾ. ആദ്യത്തെ സീബോർഗിയം, രണ്ടാമത്തെ ഓർഗാനിസം. ക്ലിയർ ആണല്ലോ? യെസ്. ഇവിടെ നിന്ന് വരാവുന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യവും വളരെ എളുപ്പമുള്ളതാണ്. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ്. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒത്തിരി തവണ കണ്ട ചോദ്യമാണ് അല്ലേ? ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏതെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഇവിടെ ഡേറ്റ്സൺ, ഡോബ്സൺ, ഡെസിബൽ, ഡെക്ക്. എല്ലാവരും പരിചയമുണ്ടല്ലേ? എല്ലാവരും 2 പേരെ നല്ല പരിചയം കാണും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ആൻസർ ഏതാണ്? നിങ്ങൾ ആൻസറിൽ എത്തിക്കാണോന്ന് കരുതാണ്. ഒരു സൺ ആണ്. ഇത് സണ്ണാ? ഡോബ്സൺ. ഏതാണ്? ഡോബ്സൺ. മറക്കല്ലേ, ഏതാണ്? ഡോബ്സൺ ആണ്. അപ്പോൾ ഓസോണിന്റെ അളവ് രേഖപ്പെടുന്ന യൂണിറ്റ് ഏതാണ്? ഡോബ്സൺ യൂണിറ്റ് ആണ്. മറക്കാൻ പാടില്ല. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ബി. ഉത്തരം ഏതാണ്? ബി ആണ്. മറന്നുപോലെ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഓസോണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ? യെസ്, നോക്കാം. ഓസോണിനെ കുറിച്ച് പുതിയ പുസ്തകത്തിൽ കുറച്ചധികം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓസോൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയ കാര്യം എന്താണ്? യെസ്, നമുക്കറിയാം, ഭൂമിയുടെ രക്ഷാ കവചമാണ് ആര്? ഓസോൺ എന്ന് പറയപ്പെടുന്നത് അല്ലേ? യെസ്, നമുക്ക് നോക്കാം. അന്തരീക്ഷ ഓക്സിജനിൽ ഊർജം കൂടിയ അന്തരീക്ഷത്തിലെ ഓക്സിജൻ, അന്തരീക്ഷത്തിൽ ആരുണ്ട്? ഓക്സിജൻ ഉണ്ട് അല്ലെ? 2ാം സ്ഥാനത്ത് ഓക്സിജനെ കാണപ്പെടുന്നുണ്ട്. അതിൽ ഊർജം കൂടിയ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗീകരണം ചെയ്ത് വിഘടിപ്പിക്കുന്നു. അപ്പോൾ ഓക്സിജൻ അന്തരീക്ഷത്തിൽ പോയിരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഓക്സിജൻ ഈ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളുണ്ടല്ലോ, അൾട്രാവയലറ്റ് UV റേസ്, അത് ഭൂമിയിലേക്ക് എത്തുന്ന ഭയങ്കര പ്രശ്നമാണ്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പലവിധമായ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. എന്താണ്, ഈ സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവയെ തടയുക എന്നൊരു ജോലിയുണ്ട് ഇല്ലേ? ആ ജോലി ചെയ്യുന്നവരാണ് ഈ അന്തരീക്ഷത്തിലിരിക്കുന്ന ഓക്സിജൻ. അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഊർജം കൂടിയ അൾട്രാവയലറ്റ് കിരണങ്ങളെ, UV റേഡിയേഷനെ ആഗിരണം ചെയ്ത് വിഘടിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ആ അന്തരീക്ഷത്തിലുള്ള ആരുണ്ട്? ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജൻ എന്ത് ചെയ്യുകയാണ്? യെസ്, തീർച്ചയായിട്ടും ആ O2 രൂപത്തിലുള്ള ഓക്സിജൻ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവ എന്ത് ചെയ്യുന്നു? UV റേസിനെ എന്ത് ചെയ്യുന്നു? ആഗിരണം ചെയ്തു. ആഗിരണം ചെയ്തിട്ട് O2 എന്തായിട്ട് മാറുന്നു? OO ആയിട്ട് മാറുന്നു. ഓക്സിജൻ ആറ്റമായിട്ട് മാറുന്നു. ഓക്കെ, ഇങ്ങനെ ഉണ്ടാകുന്ന ഓക്സിജൻ ആറ്റങ്ങൾ കണ്ടോ? ഓക്സിജൻ ആറ്റങ്ങളല്ലേ ഉണ്ടായേ? ഓക്സിജൻ ആറ്റങ്ങൾ ഓക്സിജൻ തന്മാത്രകളുമായിട്ട് സംയോജിച്ച് ഓസോണായിട്ട് മാറുന്നു. ഈ O എന്ന് പറയപ്പെടുന്ന ആൾ എന്ത് ചെയ്യുന്ന അറിയാവോ? അവിടെയുള്ള അന്തരീക്ഷത്തിലുള്ള ഒരു O2 ആയിട്ട് കമ്പൈൻ ചെയ്ത് O3 ആയിട്ട് മാറും. ഓക്കെ ആണ്. ഈ ഇരിക്കുന്ന ഓക്സിജൻ എന്ത് ചെയ്യും? വേറൊരു O2 ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് O3 ആയിട്ട് മാറും. കണ്ടോ? അവിടെ ഓസോൺ ഉണ്ടായില്ലേ? യെസ്, അവിടെ ആരായിട്ട് മാറുന്നു? O3 ആയിട്ട് മാറുന്നു. O3 ആണ് ആര്? ഓസോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, നമ്മുടെ ഇപ്പോൾ വീണ്ടും O2 എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന രാസപ്രവർത്തനമാണ്. പിന്നെ തിരിച്ചും എന്ത് ചെയ്യുന്നുണ്ട്? ഇവ UV റേസുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഓക്സിജനായിട്ട് മാറുകയും വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഓസോണായിട്ട് മാറുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പ്രവർത്തനമാണ്. ഈ പ്രവർത്തനം നടക്കുന്നതിന് ചുവടെ നൽകിയിരിക്കുന്ന ഘട്ടങ്ങളിലൂടെയാണ്. O2 എന്തായിട്ട് മാറുന്നു? O ആയിട്ട് മാറുന്നു. UV റേസിനെ അബ്സോർവ് ചെയ്ത് O ആയിട്ട് മാറുന്നു. പിന്നെ ആ O എന്ത് ചെയ്യുന്നു? O2 എന്ത് ചെയ്യുന്നു? O-യുമായിട്ട് ചേർന്ന്, അതായത് O2 എന്ന് പറയപ്പെടുന്ന തന്മാത്ര O എന്ന് പറയുന്ന ഓക്സിജൻ ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓസോണായിട്ട് മാറുന്നു. ഇതാണ് ഞാനിവിടെ പറഞ്ഞത്. ഇത്ര ഓക്കെ ആണല്ലോ? ഓസോൺ ആയിട്ട് ഉണ്ടാവുന്നു. ഓസോൺ എന്ത് ചെയ്യുന്ന അറിയാമോ? ഊർജം കുറഞ്ഞ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്ത് വീണ്ടും ഓക്സിജനായിട്ട് മാറും. ഓക്കെ, ഈ O3 എന്ന് പറയപ്പെടുന്ന ആളുണ്ടല്ലോ, ഇതെന്ത് ചെയ്യുന്നറിയാമോ? ഊർജം കുറഞ്ഞിട്ടുള്ള ആരുമായിട്ട് കമ്പൈൻ ചെയ്യുന്നറിയാമോ? ഊർജം കുറഞ്ഞിട്ടുള്ള UV റേസുമായിട്ട് UV റേസിനെ അങ്ങ് ആഗിരണം ചെയ്യും. ഊർജം കുറഞ്ഞ കേട്ടോ, ഊർജം കുറഞ്ഞ UV റേസുമായിട്ട് എന്ത് ചെയ്യുന്നു? ആഗിരണം ചെയ്തിട്ട് ഇവരെന്തായിട്ട് മാറുന്നു? യെസ്, O2 ആയിട്ട് മാറും. പിന്നെ OU ആയിട്ട് മാറും. ഓക്കെ, കണ്ടോ? ഓക്സിജൻ ആയിട്ട് മാറുന്നു. ഈ ചാക്രിക പ്രവർത്തനം എന്നിട്ട് എന്ത് ചെയ്യും? ഇവർ വീണ്ടും ഇദ്ദേഹം എന്ത് ചെയ്യും? ഇദ്ദേഹം O2 ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറും? O3 ആയിട്ട് മാറും. ഇദ്ദേഹം എന്ത് ചെയ്യും? വീണ്ടും ഒരു ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് O3 ആയിട്ട് മാറും. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രാസപ്രവർത്തനം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും അങ്ങോട്ട് നടക്കും. അന്തരീക്ഷത്തിലോ ഓസോണിന്റെ അളവ് സ്ഥിരമായിട്ട് ഇങ്ങനെ നിലനിൽക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെങ്കിൽ ഓക്സിജൻ അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യും? ഓസോണിന്റെ അളവ് കംപ്ലീറ്റ് ആയിട്ട് സ്ഥിരമായിട്ട് നിൽക്കും. ഈ പ്രവർത്തനത്തിൽ ഊർജത്തിനായി സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് വികിരണങ്ങൾ ഉപയോഗിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് ഈ മാരകമായിട്ടുള്ള UV റേസ് ഭൂമിയിലേക്ക് എത്തുകൂടെ ഇല്ല.
അവിടെ വെച്ച് ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും ഉപയോഗിക്കുകയാണ്. വീര്യം കൂടിയ UV റേസിനും വീര്യം കുറഞ്ഞ UV റേസിനും എല്ലാം അവിടെ അങ്ങ് യൂസ് ചെയ്യുകയാണ്, ഓസോണിനെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് UV റേസ് ഭൂമിയിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്നില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഭൂമിയുടെ ഒരു സംരക്ഷണ കവചമല്ലേ ഓസോൺ? അതെ, ഓസോൺ പാളി എന്ന് പറയപ്പെടുന്ന സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന ഈ ഓസോൺ പാളി ഭൂമിയുടെ എന്തായിട്ടാണ് കാണപ്പെടുന്നത്? ഒരു സംരക്ഷണ കവചമായിട്ടാണ് കാണപ്പെടുന്നത്. ഒരു സംരക്ഷണ കവചമായിട്ട് കാണപ്പെടുകയാണ്. അപ്പോൾ നമ്മളെ സംരക്ഷിക്കുന്ന സംരക്ഷണ കവചമായ ഓസോൺ പാളിക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുന്നുണ്ടോ? ഉണ്ട്. ഓസോൺ പാളിക്ക് വിള്ളൽ സംഭവിക്കുന്നുണ്ടെന്ന് നമ്മളിപ്പോൾ കേട്ടു അല്ലേ? അപ്പോൾ ഈ ഓസോൺ പാളിക്ക് വിള്ളൽ സംഭവിക്കാൻ കാരണക്കാരനാരാ? നമ്മളൊക്കെ തന്നെയാണ്, തീർച്ചയായിട്ടും മനുഷ്യന്മാർ തന്നെയാണ്. ഈ മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു കാലത്തിലോട്ട് കടന്നപ്പോൾ പ്രധാനമായും നമ്മുടെ വീടുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറി റെഫ്രിജറേറ്റർ അല്ലേ? അവിടെ ഇപ്പോൾ AC ഒഴിച്ചുകൂടാൻ കഴിയാത്തവയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ആരുമുണ്ട്? ഈ സ്പ്രേകൾ, നമ്മൾ ഇഷ്ടം പോലെ സ്പ്രേകൾ, ബോഡി സ്പ്രേകളൊക്കെ യൂസ് ചെയ്തില്ലേ? പല വിധത്തിലുള്ള സ്പ്രേകൾ, ബോഡി സ്പ്രേ മാത്രമല്ല ഹെയർ സ്പ്രേകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇവയൊക്കെ നല്ല തണുപ്പുള്ള വസ്തുക്കളാണ് അല്ലേ? ഫ്രിഡ്ജ് ആണെങ്കിലും AC ആണെങ്കിലും ഒക്കെ തണുപ്പ് നൽകുന്നവയാണ്. ഇപ്പോൾ ഇവയ്ക്ക് തണുപ്പ് നൽകണമെന്നുണ്ടെങ്കിൽ പുതിയൊരു കെമിക്കൽ കോമ്പൗണ്ട് ഈ ലോകത്തേക്ക് വന്നു. ആ കെമിക്കൽ കോമ്പൗണ്ടിൻ്റെ പേരാണ് ക്ലോറോഫ്ലൂറോ കാർബൺ, CFC. കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ അത്ഭുത രാസവസ്തു എന്നൊക്കെ വിളിച്ചു. പക്ഷേ പുള്ളി വില്ലനാണെന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കി. ഈ ക്ലോറോഫ്ലൂറോ കാർബൺ കണ്ടുപിടിച്ച ആളുടെ പേര് തോമസ് മിഡ്ലെ എന്നാണ്. തോമസ് മിഡ്ലെ. ഓക്കെ, ഈ തോമസ് മിഡ്ലെ എന്ന് പറയപ്പെടുന്ന സയന്റിസ്റ്റ് നമ്മുടെ ഓസോൺ എന്ന് പറയപ്പെടുന്ന, ഓസോൺ അല്ല, CFC, ക്ലോറോഫ്ലൂറോ കാർബൺ, CFC കണ്ടുപിടിച്ച ആളാണ്. ഈ CFC കണ്ടുപിടിച്ച ശേഷം നമ്മൾ ഉപകരണങ്ങളെ കണ്ടുപിടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ക്ലോറോഫ്ലൂറോ കാർബൺ എന്ത് ചെയ്യുകയാണ്? ധാരാളമായിട്ട് അന്തരീക്ഷത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, ക്ലോറോഫ്ലൂറോ കാർബൺ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. ഓസോൺ പാളിയിൽ അത് നശിക്കാൻ കാരണമാകുന്ന ആളാണ് ആര്? ക്ലോറോഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ കലരുന്ന ക്ലോറോഫ്ലൂറോ കാർബണുകൾ സ്ട്രാറ്റോസ്ഫിയറിലെത്തി സ്വയം വിഘടിച്ചുണ്ടാകുന്ന ക്ലോറിൻ ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിച്ച് ഓക്സിജനായിട്ട് മാറ്റുന്നു. എന്താ ജോലി എന്ന് മനസ്സിലായോ? അതായത് ഈ ക്ലോറോഫ്ലൂറോ കാർബണില്ലേ നേരെ അന്തരീക്ഷത്തിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് എവിടെയും അങ്ങ് സ്ട്രാറ്റോസ്ഫിയറിലോട്ട് ചെല്ലും. സ്ട്രാറ്റോസ്ഫിയറിലോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് പുള്ളി എന്താ ചെയ്യുന്ന പറയാമോ? സ്വയം അങ്ങ് വിഘടിക്കും. സ്വയം പലരായിട്ട് അങ്ങ് മാറാണ്. ക്ലോറോഫ്ലൂറോ കാർബൺ, ക്ലോറിനും ഫ്ലൂറിനും കാർബണുമായിട്ട് പുള്ളി എന്ത് ചെയ്യുന്നു? വിഘടിക്കുന്നു. ഇങ്ങനെ വിഘടിച്ച് കഴിഞ്ഞിട്ട് എന്തായിട്ട് മാറുന്നു? ഈ പുള്ളിക്കാരൻ ചെന്നിട്ട് നമ്മുടെ ഓസോൺ തന്മാത്രയെ വിഘടിപ്പിച്ചിട്ട് ഓക്സിജനായിട്ട് അങ്ങ് മാറ്റും. ഓസോണിനെ വിഘടിപ്പിച്ച് എന്തായിട്ട് മാറ്റും? ഓക്സിജൻ ആക്കി മാറ്റുന്നു. ഇത് ഓസോൺ ഓക്സിജൻ ചാക്രിക പ്രവാഹത്തെ അസന്തുലിതമാക്കുന്നു. ഇവർ ഇത് UV റൈസ് വെച്ചിട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരുന്നതല്ലേ? അതിന് ഇടയ്ക്കോട്ട് ആരൂടെ വന്ന് ചെയ്യുകയാണ്? ഈ ക്ലോറോഫ്ലൂറോ കാർബൺ. അപ്പോൾ എന്ത് ചെയ്യും? ഇവർക്കൊരു കൃത്യമായ രീതിയിൽ ചെയ്യാൻ പറ്റാതെ വരും. ഇടയ്ക്ക് വെച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? ഓക്സിജനൊക്കെ ആയിട്ട് അങ്ങ് മാറുകയാണ്. അങ്ങനെ വന്നപ്പോൾ ആ ഒരു ഭാഗത്ത് ഓസോണിൻ്റെ ശരിക്കുള്ള പ്രവർത്തനം നടക്കാതെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഒരു ഓസോൺ ഹോൾ രൂപപ്പെട്ടു. ആ ഓസോൺ ഹോളാണ് നമ്മുടെ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായത്. ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാവാൻ കാരണം. അപ്പോൾ ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാവാൻ കാരണമായ വാതകം ഏതാണ്? ക്ലോറോഫ്ലൂറോ കാർബൺ ആണ്. ആരാണ്? ക്ലോറോഫ്ലൂറോ കാർബൺ ആണ്. അപ്പം ക്ലോറോഫ്ലൂറോ കാർബണിലെ ഏറ്റവും അപകടകാരി ആരാടെ? ക്ലോറിൻ. ആരാണ്? ക്ലോറിൻ ആണ് മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ആള്. അപ്പോൾ ക്ലോറോഫ്ലൂറോ കാർബണിൽ ഓസോൺ പാളിയെ വിഘടിപ്പിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ക്ലോറിൻ ആണെന്ന കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്തേക്ക് വരാം. ക്ലോറോഫ്ലൂറോ കാർബൺ ആരാണ്? ക്ലോറോഫ്ലൂറോ കാർബൺ. നമുക്ക് നോക്കാം ക്ലോറോഫ്ലൂറോ കാർബണിനെ കുറിച്ച് എന്താ പഠിക്കാനുള്ളതെന്ന് പുസ്തകത്തിൽ കൊടുത്തേക്കുന്ന കാര്യമാണ്. CFC, ക്ലോറോഫ്ലൂറോ കാർബൺ. ക്ലോറിൻ, ഫ്ലൂറിൻ, കാർബൺ എന്നിവ എന്നീ ആറ്റങ്ങൾ അടങ്ങിയ ഒരു വിഭാഗം സംയുക്തങ്ങളാണ് ക്ലോറോഫ്ലൂറോ കാർബണുകൾ അല്ലെങ്കിൽ CFC. ഓക്കെ ആണ്. അപ്പോൾ ക്ലോറിനും ഫ്ലൂറിനും കാർബണും അടങ്ങിയവയാണ് ആര്? ക്ലോറോഫ്ലൂറോ കാർബൺ അല്ലെങ്കിൽ CFC എന്ന് പറയുന്നത്. ഇവയെ മർദ്ദം ഉപയോഗിച്ച് എളുപ്പത്തിൽ ദ്രവീകരിക്കാൻ കഴിയും. ഓക്കെ, മർദ്ദം ഉപയോഗിച്ച് പെട്ടെന്ന് ഇവയെ ദ്രാവക രൂപത്തിലാക്കാൻ സാധിക്കും. ഈ ക്ലോറോഫ്ലൂറോ കാർബണിനെ നല്ല പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി എന്തായിട്ട് മാറും? ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറും. ഓക്കെ, ദ്രവീകരിച്ച ക്ലോറോഫ്ലൂറോ കാർബണുകൾ ബാഷ്പീകരിക്കുമ്പോൾ നല്ല തണുപ്പുണ്ടാകും. ഈ ദ്രാവകാവസ്ഥയിലായിട്ടുള്ള ക്ലോറോഫ്ലൂറോ കാർബൺ ഇല്ലേ, അവ എന്ത് ചെയ്യാറുണ്ട്? അവ വേപ്പറൈസ് ചെയ്ത് പോകും, ബാഷ്പീകരിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല തണുപ്പായിരിക്കും, നല്ല കൂളിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടും. അതുകൊണ്ട് താങ്കൾ ശ്രദ്ധിച്ചു വെച്ചോ, റെഫ്രിജറേറ്ററുകൾ AC മുതലായവയിൽ ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ CFC നമ്മളിവിടെ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്ററുകളിലും AC കളിലും ഒക്കെ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നത്.
ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴും അതോടൊപ്പം തന്നെ ഈ ഉപകരണങ്ങൾ ഉപയോഗശൂന്യമായി ഉപേക്ഷിക്കുമ്പോഴും CFC പുറത്തു വരാൻ കാരണമാകുന്നു. ഓക്കെ, അപ്പോൾ CFC എന്ന് പറയപ്പെടുന്നത് ഈ ഉപകരണങ്ങൾ ഉപയോഗശൂന്യമാകുമ്പോഴും പുറത്തേക്ക് വരുന്നുണ്ട്, നമ്മൾ അവ ഉപയോഗിക്കുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. ആര്? CFC എന്ന് പറയപ്പെടുന്നത്. അതിങ്ങനെ പുറത്തേക്ക് വരികയാണ്. ഓസോൺ പാളിയുടെ ശോഷണത്തിന് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ CFC പുറത്തേക്ക് വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. CFCക്ക് പകരം ക്ലോറിൻ അടങ്ങിയിട്ടില്ലാത്ത സംയുക്തങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഓസോൺ പാളിയുടെ ശോഷണം നമ്മൾ മനസ്സിലാക്കിയ ശേഷം ക്ലോറിൻ അടങ്ങിയിട്ടില്ലാത്ത സംയുക്തങ്ങൾ പകരക്കാരനായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തോളുക. ഇവയിൽ ഹൈഡ്രോ ഫ്ലൂറോ കാർബണുകളുണ്ട്. ദ്രവീകരിച്ച ഹൈഡ്രോ കാർബണുകൾ ലിക്വിഡ് അമോണിയ, ഖര, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നവരൊന്ന് ഓർത്തോണം. ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ HFC ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ലിക്വിഡ് അമോണിയ ഉപയോഗിക്കുന്നുണ്ട്. NH3 ആണ്, NH3. അപ്പോൾ ലിക്വിഡ് അമോണിയ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആരുണ്ട്? നമ്മുടെ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഓക്കെ, ഡ്രൈ ഐസ് എന്നൊക്കെ വിളിക്കത്തില്ലേ നമ്മൾ? ഡ്രൈ ഐസ്, കാർഡ് ഐസ് എന്നൊക്കെ വിളിക്കുന്ന ഈ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് വിളിക്കുന്ന പേരാണ് ഡ്രൈ ഐസ്. വേറൊരു പേരാണ് എന്ത്? കാർഡ് ഐസ്. എന്ത് വിളിക്കുന്നു? കാർഡ് ഐസ്. സ്റ്റേജ് ഷോകളിലൊക്കെ സ്മോഗ് പോലെ ഇരിക്കുന്ന സംഭവം കണ്ടിട്ടില്ലേ? അതുപോലെ തുമ്പത്തിരുന്ന് അതൊക്കെ പാടുമ്പോൾ അവിടെ മുഴുവൻ പുക ഇരിക്കത്തില്ലേ? പുകയിൽ നിന്നല്ലേ കളിക്കുന്നത്. ഈ പുക വരും ഈ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. സ്റ്റേജ് ഷോകളൊക്കെ നടത്താൻ വേണ്ടിയാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ. കാർബൺ ഡൈ ഓക്സൈഡിനെ ഖരാവസ്ഥയിലാക്കുന്നതാണ്. അപ്പോൾ ലിക്വിഡ്, ദ്രാവക അമോണിയ, പിന്നെന്താണ് ഖര കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് പകരം. കാരണം CFC ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് പകരം ഹൈഡ്രോ ഫ്ലൂറോ കാർബണിനെയും ലിക്വിഡ് അമോണിയയും സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെയൊക്കെ നമ്മൾ ഈ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം സെപ്റ്റംബർ 16 നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നുണ്ട്? വേൾഡ് ഓസോൺ ഡേ ആയിട്ട്. ഓസോൺ ഡേ ആയിട്ടാണ് ആരെ ആഘോഷിക്കുന്നത്? സെപ്റ്റംബർ 16 നമ്മൾ ആഘോഷിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഓർത്ത് വെച്ചേക്കുക. CFCയെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. താങ്ക് യു ഓൾ.